my dear learners. Welcome to Exam Point. How are you all? I know you are all fine. You have your exams going on, അല്ലേ? ഓരോ ദിവസം എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ കുറച്ച് ദിവസം കൂടി ഉള്ളൂ അല്ലേ? After that, you have your Onam vacations. Before that, you have to do some preparations, some homework. You have to work a little bit hard, അല്ലേ? For your exams. അപ്പോൾ, why are we here today? We are here to learn English. അപ്പോൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ചിലവർ എൻ്റെ അമ്മ ഇംഗ്ലീഷോ അങ്ങനെയാണോ ഈ കുട്ടിയെ പോലെയാണോ afraid of exams, you are afraid of your examinations അങ്ങനെ ആവരുത് കോൺഫിഡൻസ് വേണം ഓക്കെ whenever you are going to write an exam you have to be very confident you have to keep a smiling face always അല്ലാതെ ഇതുപോലെ ബുക്സ് ഒക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണോ അങ്ങനെ ആവരുത് you have to be well prepared you have to be very confident okay അല്ലാതെ എക്സാംസ് ആണ് അയ്യോ ഇംഗ്ലീഷ് ആണ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് വാട്ട് ടു ഡു ഇംഗ്ലീഷ് ഗ്രാമർ വരുമോ എഡിറ്റിംഗ് അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കരുത് നന്നായി പ്രിപ്പയർ ചെയ്താൽ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഓക്കെ സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദിസ് ഇസ് എ ലൈവ് സെഷൻ 1.5 hour സെഷൻ ആണ് ഓൾ ഓഫ് യു ജോയിൻ ക്വിക്ക്ലി പിന്നെ എന്താ ചെയ്യേണ്ടത് യു ഹാവ് ടു ഷെയർ ദി ലിങ്ക് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ഫ്രണ്ട്സ് ഓൾസോ അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക so that we can have a very interactive session today okay you can ask your doubts your clarifications akka endana miss clear ചെയ്തരും so this is a live session അപ്പോൾ നമുക്ക് ഇതൊരു interactive session ആക്കണ്ടേ അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ടു എക്സാം ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഐ വിൽ ബി ക്ലിയറിംഗ് ഓൾ ദോസ് ഡൗട്ട്സ് ഓക്കെ സോ അപ്പോൾ എന്താണ് മിസ് പറഞ്ഞതുപോലെ ഇങ്ങനെ പേടിച്ചിരിക്കാൻ പാടില്ല എക്സാംസ് അയ്യോ ഫുൾ ടെൻഷൻ അങ്ങനെ വേണ്ട യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് വിത്ത് എ സ്മൈലിംഗ് ഫേസ് ഓക്കെ പ്രിപ്പയർ ചെയ്താൽ പിന്നെ എന്തിനാ ടെൻഷൻ അല്ലേ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടി ആ ടെൻഷനൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ മീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മൾ എന്തിനാണ് വി ആർ ഹിയർ ടു റിവൈസ് എവറിത്തിങ് അപ്പോൾ നിങ്ങളുടെ എക്സാംസ് എങ്ങനെയാണ് നിങ്ങളുടെ എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓക്കെ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് ആണോ പിന്നെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ സോ മെനി ലേണേഴ്സ് ഓക്കെ എനർജറ്റിക് ലേണേഴ്സ് ആർ ജോയിനിങ് ആ സെഷൻ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എവറിബഡി സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ആ സെഷൻ ഓക്കെ ഓൾ സെറ്റ് ഓക്കെ സോ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് യുവർ എക്സാംസ് ഓക്കെ എക്സാംസ് പേടിക്കരുത് യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് അതിനു വേണ്ടി യു ഹാവ് ടു പ്രിപ്പയർ വെൽ അല്ലേ അതിനാണ് കോൺഫിഡൻസ് ഉണ്ടാണ്ടെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ വെൽ യു ഹാവ് ടു ബി ഓൾ റെഡി ഒക്കെ അറിഞ്ഞിരിക്കണം അപ്പം നമുക്ക് എന്താണ് ടെൻഷൻ ഉണ്ടാവില്ല ഓക്കെ സോ ഹിയർ വി ആർ ഗോയിങ് ടു ഹാവ് എ ക്വിക്ക് റിവിഷൻ ഓക്കെ സോ ഗുഡ് ഈവനിങ് എവറിബഡി ആൻഡ് ഹിയർ വി ആർ സ്റ്റാർട്ടിങ് അവർ റിവിഷൻ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗിവ് യു എൻ ഐഡിയ എങ്ങനെയാണ് നിങ്ങളെ എക്സാം യുവർ ഓൾ ലിറ്റിൽ കിഡ്സ് ലിറ്റിൽ ജെംസ് ആണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാംസ് ഉണ്ടാവുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ക്ലിയറായി ശ്രദ്ധിച്ചിരിക്കണേ ഗുഡ് ഈവനിങ് അൻസില അപ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു റിവൈസ് എവറിത്തിങ് ഓക്കെ സോ നിങ്ങളുടെ എക്സാം എത്ര ദിവസം 2 hours എക്സാം ആണ് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഇഷ്ടമല്ല എല്ലായിരിക്കും അപ്പോൾ ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല അപ്പോൾ അയ്യോ ക്വസ്റ്റ്യൻ ആണോ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെയൊന്നും വിചാരിച്ച് ഇരിക്കേണ്ട ഓൾ ആക്ടിവിറ്റീസ് ആണ് ഓൾ ദി ആക്ടിവിറ്റീസ് യു ഹാവ് ഓൾറെഡി ലേൺ ഫ്രം യുവർ സ്കൂൾ ത്രൂ യുവർ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയൊക്കെ വരും അപ്പോൾ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ക്ലിയർ ആണോ അപ്പോൾ എങ്ങനെയാണ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞുതരാം യു ഹാവ് ഓൾ ടുഗെദർ 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും ഓക്കെ അതിൽ ഫസ്റ്റ് വൺ വിൽ ബി എ കമ്പൽസറി ആക്ടിവിറ്റി കമ്പൽസറി എന്ന് വെച്ചാൽ അതെന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെയാണ് അത് മസ്റ്റാണ് ആക്ടിവിറ്റി 1 യു ഹാവ് ടു അറ്റൻഡ് ഓക്കെ പേടിക്കേണ്ട അതെന്താണ് ഞാൻ പറഞ്ഞുതരാവേ നെക്സ്റ്റ് വൺ എന്താ പിന്നെ യു ഹാവ് 2 to 6 ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എന്താണ് ചോയ്സ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതായത് യു ഹാവ് ടു അറ്റൻഡ് ഓൺലി 4 ആക്ടിവിറ്റീസ് 4 ആക്ടിവിറ്റീസ് അതിൽ എന്ത് ചെയ്യണ്ടോ അറ്റൻഡ് ചെയ്യണ്ടോ അപ്പോൾ യു ക്യാൻ എന്താണ് സന്തോഷിക്കുക എന്താ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട് സപ്പോസ് അപ്പോൾ യു ക്യാൻ സ്കിപ്പ് ഇറ്റ് ഓ ഇത് വേണ്ട ഇത് ടഫാണല്ലോ മറ്റേത് അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്താ വെച്ചാൽ വലിയ ഡിഫിക്കൽട്ട് എക്സാം ഒന്നും ആയിരിക്കില്ല യു ഹാവ് ടു പ്രിപ്പയർ എന്ന് വെച്ച് പ്രിപ്പയർ ചെയ്യാതിരുന്നാൽ ശരിയാവോ അതുമില്ല അപ്പോൾ
ഡിഫിക്കൽട്ട് ഒന്നും ആയിരിക്കില്ല, പ്രിപ്പയർ ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ 1 to 6 ഉണ്ടാവും. അതിൽ 1 is compulsory, 2 to 6 you can exclude 1, you can skip 1 and you can attend the remaining 4. ചോയ്സ് ഉണ്ട്, 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാംസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ലേ? ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെയായിരിക്കും എക്സാം, അങ്ങനെ ഇരിക്കേണ്ട ടൈം അല്ല ഇത്. ഓക്കെ, ഇങ്ങനെ നിൽക്കേണ്ട ടൈം അല്ല ഇത്. ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെ വരണം, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് പോയൊക്കെ ഉണ്ടാവണം. അല്ലാണ്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയി ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ക്ലാസ് എല്ലാവരും ജോയിൻ ചെയ്യുക, നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊക്കെ ഓർമ്മ വരും, പോയമും പ്രോസും നിങ്ങളുടെ ചാപ്റ്റർ സ്റ്റോറി ഒക്കെ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കരുതേ. യെസ്, അപ്പോൾ യു ഹാവ് ഫസ്റ്റ് യൂണിറ്റ് ഇസ് റെയിൻ ഓഫ് ലവ്. 2 units ആണ് നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷന് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് റെയിൻ ഓഫ് ലവ്. യു റിമെമ്പർ റെയിൻ ഓഫ് ലവ്. റെയിൻ ഓഫ് ലവിൽ എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത്? ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, ഫസ്റ്റ് ചാപ്റ്റർ. ഓർമ്മയിലെ കേശവൻ ശങ്കരപ്പിള്ളയുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഒരു ചൈൽഡ്. ഞാൻ പറയാവേ, വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഓക്കെ, പിന്നെ ദി ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ. അതെന്താണ് ദി ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ? ഇറ്റ്സ് എ പോയം. ഓർമ്മയുണ്ടോ? പിന്നെ ഉള്ളത് മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഓർമ്മയുണ്ടോ? മാംഗോ പിക്കിൾ, ബ്രദർ ആൻഡ് സിസ്റ്റർ മേക്കിംഗ് മാംഗോ പിക്കിൾ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഓർമ്മ വരട്ടെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന്. അപ്പം ഒക്കെ ഓർത്തെടുക്കുക, ക്യാരക്ടേഴ്സ്, എവറിത്തിങ്. ഇപ്പം നമ്മളിപ്പം ക്വിക്കായിട്ടൊന്ന് ഓടിച്ച് വിടും കേട്ടോ എല്ലാ ചാപ്റ്റേഴ്സും. ഓക്കെ, സോ ദീസ് ആർ ദി ചാപ്റ്റേഴ്സ് ഫ്രോം യൂണിറ്റ് 1, റെയിൻ ഓഫ് ലവ്. നൗ what about second unit, still we rise ആണ് സെക്കൻഡ് യൂണിറ്റിൽ. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ സിൻഡ്രല്ല. ഓർമ്മയില്ലേ സിൻഡ്രല്ല സ്റ്റോറി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലേ? വളരെ നമ്മൾ ചെറുതായിരിക്കുമ്പോഴേ കേട്ട് വളർന്നൊരു സ്റ്റോറി അല്ലേ സിൻഡ്രല്ല? അപ്പോൾ അതാരും മറന്നു പോയില്ല, ഐ ആം ഷുവർ. ഓക്കെ, ഇപ്പോൾ സിൻഡ്രല്ല ഉണ്ട്. പിന്നെ 1 child, 1 teacher, 1 pen and 1 book can change the world. അതെന്താണ്, ഓർക്കുന്നുണ്ടോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പീച്ച്. ഓക്കെ, ഇറ്റ്സ് എ സ്പീച്ച്. യെസ്, അപ്പം എന്താണ്? മലാല യൂസഫ്സായിയുടെ ഒരു സ്പീച്ചാണ്. പിന്നെ നിങ്ങൾക്കുള്ള സ്പീച്ച് കംപ്ലീറ്റ് അല്ല, അതിലൊരു പാർട്ട് ഓഫ് എർ സ്പീച്ച്. പിന്നെന്താ? വുമൻ വർക്ക്, ഇറ്റ്സ് എ പോയം ബൈ മായ ആഞ്ചലോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് സ്റ്റിൽ വി റൈസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓർക്കുന്നുണ്ടല്ലോ? ഇപ്പോൾ ചാപ്റ്റേഴ്സ് മിസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടോ അല്ലേ? അപ്പോൾ വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ബിഫോർ മൂവിങ് ഓൺ ടു ദി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആക്ടിവിറ്റിയിൽ തുടങ്ങിയാലോ? ദിസ് ഇസ് എ വേർഡ് പസിൽ. വേർഡ് പസിൽ മീൻസ് ഞാൻ മിസ് വെറുതെ ഒരു ആക്ടിവിറ്റി തരുന്നതല്ല. ദിസ് വാസ് ഇൻ യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 23-24 നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ ഒരു ആക്ടിവിറ്റിയാണ് വേർഡ് പസിൽ. വേർഡ് പസിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ? നിങ്ങളുടെ സ്റ്റോറി ബുക്സിലൊക്കെ ഉണ്ടാവും, ചിൽഡ്രൻസ് ഡൈജസ്റ്റിലും മറ്റേ എന്താണ് ഈവൻ ബാലഭൂമി അതിലൊക്കെ ഉണ്ടാവും ക്രോസ് വേർഡ് പസിൽസ് അല്ലേ? ദിസ് ഇസ് എൻ ഇംഗ്ലീഷ് ക്രോസ് വേർഡ് പസിൽ. അപ്പോൾ എല്ലാവർക്കും സോൾവ് ചെയ്യാൻ അറിയേണ്ട, വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. ഇൻട്രസ്റ്റിംഗ് അല്ലേ ക്രോസ് വേർഡ് പസിൽ? അപ്പോൾ ഇത് നിങ്ങളുടെ എക്സാമിൽ ചോദിച്ചതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതുപോലെ ഒരു വേർഡ് പസിൽ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ യു വിൽ ഹാവ് സം ഹിൻസ് ഹിയർ. ക്ലൂസ് ഉണ്ടാവും. ക്ലൂ അക്രോസും ഉണ്ടാവും, ഡൗൺ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അറിയാലോ, അക്രോസ് മീൻസ് ലൈക്ക് ദിസ്, ഡൗൺ മീൻസ് ഇങ്ങനെ. നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഉണ്ടാവും ക്ലൂസിന്. ഓക്കെ, 1. ഇപ്പോൾ 1 അക്രോസ് ആണെങ്കിൽ ഈ വേർഡാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അറിയാലോ, ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ ബുക്സിലൊക്കെ. അപ്പോൾ അക്രോസ് ആണെങ്കിൽ ഇങ്ങനെയും, ഡൗൺ ആണെങ്കിൽ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. അതിനുള്ള ക്ലൂസ് ആണിത്. നമുക്കൊന്ന് നോക്കാം. അക്രോസ് ഫസ്റ്റ് വൺ നോക്കിയേ. പ്ലേസ് നിയർ എ ഹൗസ് വെയർ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ആർ ഗ്രോൺ. എന്തായിരിക്കും അതെന്താ നോക്കിയേ? ഫസ്റ്റ് വൺ അക്രോസിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഇസ് ജി. ഓക്കെ, 1, 2, 3, 4th letter is E. എന്തായിരിക്കും ആൻസർ? ഗുഡ് ഈവനിങ് എവറിബഡി. സോ ക്വിക്ക്ലി ആൻസർ ചെയ്തേ, റെസ്പോണ്ട് ചെയ്തേ. നമുക്കിത് ഇൻട്രസ്റ്റിംഗ് സെഷൻ ആക്കാമല്ലോ. എന്താണ്
എന്താണ് പ്ലേസ് നിയർ എ ഹൗസ് വെയർ ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ആർ ഗ്രോൺ. എന്താണ് വെരി സിമ്പിൾ, സ്റ്റാർട്ടിങ് വിത്ത് ജി. അതിലൊരു ഇ ഉണ്ട്. എന്താണ് ആൻസർ? വെരി ഗുഡ്, വെരി ഗുഡ്. സംബഡി ഹാസ് ആൻസർഡ്. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഗാർഡൻ അല്ലേ? ഗാർഡൻ. വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ഗാർഡൻ? GA. I'll take black itself. Okay. GAR. Wait. GARDE. It is N. Okay. GARDEN. ഗാർഡൻ. ഗാർഡൻ അല്ലേ? ഗാർഡൻ അല്ലേ? ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വളർത്തുന്ന പ്ലേസ് നമ്മൾ എന്താ പറയുക? ഗാർഡൻ. വെരി സിമ്പിൾ അല്ലേ? വെരി ഗുഡ്. ഓക്കെ. നൗ വാട്ട് അബൌട്ട് ദിസ് തേർഡ് വൺ? ഇനി അക്രോസിലെ തേർഡ് വൺ. സി, ഇവിടെയാണ് തേർഡ് വൺ. യു ക്യാൻ സീ ദി നമ്പർ ഹിയർ. 3 എന്ന് കാണാം അവിടെ. അപ്പോൾ എന്താണ് ഓപ്ഷൻ? സോറി, എന്താണ് ക്ലൂ? എന്താണ്? ഗ്രൂപ്പ് ഓഫ് ട്രീസ്. ഗ്രൂപ്പ് ഓഫ് ട്രീസ്. വാട്ട് ഇസ് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് ട്രീസ് സ്റ്റാർട്ടിങ് വിത്ത് G എൻഡിങ് വിത്ത് E? എന്താണ് ഗ്രൂപ്പ് ഓഫ് ട്രീസിനെ എന്താണ് നമ്മൾ പറയുക? സ്റ്റാർട്ടിങ് വിത്ത് G എൻഡിങ് വിത്ത് E. എനി ഗസ്സസ്? എന്തെങ്കിലും ഗസ്സസ് ഉണ്ടോ? വെരി ഗുഡ്. അഗെയിൻ ഐ ഗോട്ട് ദി റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഗ്രൂവ് അല്ലേ? ഇറ്റ് ഈസ് ഗ്രൂവ്. വാട്ട് ഇസ് സ്പെല്ലിംഗ്? GROV. എന്താണ്? GROV. Just 1 minute, okay? Something wrong with this pen. Okay, now it's okay. GROVE, grove. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ട്രീസ്. GROVE, ഗ്രോ ആണ്. ഇറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. നൗ സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി. ഫോർത്ത് വൺ. സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി. എന്താണ്? ക്ലൂ ആണ്. സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി. ഒരുപാട് സാധനം, ഇപ്പം ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഒരുപാട് കാണുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? എന്താണ് വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് P എൻഡിങ് വിത്ത് Y? എനി ഗസ്സസ്? എന്തായിരിക്കും സ്റ്റാർട്ടിങ് വിത്ത് P എൻഡിങ് വിത്ത് Y? ഒരുപാട്. എന്താ നമ്മൾ പറയാ? എ ലോട്ട് ഓഫ് എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് എന്താ? ഇറ്റ് ഈസ് പ്ലെൻറ്റി. ഇറ്റ് ഈസ് പ്ലെൻറ്റി അല്ലേ? PLE. ജസ്റ്റ് 1 minute. PLENTY. പ്ലെൻറ്റി. പ്ലെൻറ്റി ഓഫ്. ഒരുപാട്. എ ലോട്ട് ഓഫ്. അതാണ് മീനിങ്. പ്ലെൻറ്റി. ഇഫ് ഇറ്റ് ഇസ് എ ന്യൂ വേർഡ് ഓർമ്മിച്ച് വെക്കുക. പ്ലെൻറ്റി മീൻസ് കുറേ. അതിനാണ് പ്ലെൻറ്റി എന്ന് പറയാം. ക്ലിയർ? ഓക്കെ. നൗ ഇനി ഡൗൺ. വാട്ട് അബൌട്ട് ദിസ് വൺ? ഇന്റലിജന്റ്. ഇന്റലിജന്റ് സ്റ്റാർട്ടിങ് വിത്ത് C. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് C എൻഡിങ് വിത്ത് C. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഓരോ ഇത് സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ലെറ്റേഴ്സ് കിട്ടും അല്ലേ? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലെറ്റർ എക്സ്ട്രാ കിട്ടി നിങ്ങൾ ഇത് ആൻസർ ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? ഇൻ്റലിജൻറ്റ്. വെരി ഇൻ്റലിജൻറ്റ് ബോയ്. ഇൻ്റലിജൻറ്റ് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്റ്റാർട്ടിങ് വിത്ത് C. ഇറ്റ് ഈസ് ക്ലെവർ അല്ലേ? ക്ലെവർ. ക്ലെവർ ബോയ്. ക്ലെവർ മീൻസ്, അപ്പം നിങ്ങൾ ഇവിടെ 2 ലെറ്റർ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ക്ലെവർ. ക്ലെവർ ബോയ്. ഹിസ് എ വെരി ക്ലെവർ ബോയ് എന്ന് പറയും അല്ലേ നമ്മൾ? സോ ദാറ്റ് ഈസ് ദി ആൻസർ. നൗ വൺ മോർ. വെരി സിമ്പിൾ. ഓപ്പോസിറ്റ് ഓഫ് ഓൾഡ്. Opposite of old. Very easy. Opposite of old starting with Y ending with G. What is the opposite of old? It is young. It is young. 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 Clear ആണോ? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി അല്ല. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു വേർഡ് പസിലാണ്. അപ്പോൾ ദിസ് ഈസ് ഹൗ യു സോൾവ് എ വേർഡ് പസിൽ. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് ദി വേ യു സോൾവ് എ വേർഡ് പസിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് തന്നെ ആയിരിക്കില്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് വേറെ വേർഡ് പസിലാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒരുപാട് ന്യൂ വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഓൾ ഫെമിലിയർ വേർഡ്സ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിലുള്ളതോ അല്ലെങ്കിൽ ഗാർഡൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചാപ്റ്ററിലില്ലേ ഗാർഡൻ. അപ്പോൾ അങ്ങനെ ഓൾ ദി വേർഡ്സ് വിൽ ബി വെരി ഫെമിലിയർ ടു യു. അങ്ങനെ അറിയാത്ത വേർഡ്സ് ഒന്നും ചോദിക്കില്ല. ക്ലിയർ അല്ലേ? This is about word puzzle. Okay. Now, moving on to your first chapter. First chapter ഏതായിരുന്നു? Life with grandfather. ഓർമ്മയുണ്ടോ? Life with grandfather.
എങ്ങനെയാ ചാപ്റ്റർ? ഹൂ ഇസ് ദി മെയിൻ ക്യാരക്ടർ? There is a little boy, Raja. ഓർമ്മയില്ലേ രാജേ? A little boy, Raja, narrates his life experiences as he grows in his grandparents' house. രാജ ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്? With his grandparents. അപ്പോൾ he did not have father and mother, so he was brought up by his grandparents. Grandparents ആണ് രാജയെ നോക്കിയത് അല്ലേ, വളർത്തിയത്. അപ്പോൾ he was living with his grandparents. Now, what is happening in the story? He is the darling of the house. Darling of the house. Pampered by everyone. Pampered means എന്താ? നമ്മൾ പറയില്ലേ ഓമന മോനാണല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരുടെയും ഓമന മോനാണെന്ന് വെച്ചാൽ എന്താ? There is nobody else in their house. എന്താണ്? രാജയാണ് only child. അപ്പോൾ everybody likes him. He gets everything he wants അല്ലേ? അങ്ങനെയായിരുന്നു രാജ അവിടെ വളർന്നത് with his grandparents. Okay? പിന്നെ എന്താ ഓർമ്മയുണ്ടോ? രാജ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട്സ് ആസ് ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് വെരി സ്ട്രിക്റ്റ് ആൻഡ് അതർ ചിൽഡ്രൻ വെയർ അഫ്രേഡ് ഓഫ് ഹിം. അപ്പം രാജ എങ്ങനെയാണ്? നിങ്ങളെ പോലുള്ള ഒരു ചൈൽഡാണ് രാജി, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? പക്ഷെ രാജ എങ്ങനെയായിരുന്നു? ഹി ഡിഡ് നോട്ട് ഹാവ് സോ മെനി ഫ്രണ്ട്സ് ആൻഡ് ഓൾ. വൈ? ബിക്കോസ് ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് വെരി സ്ട്രിക്റ്റ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എന്തായിരുന്നു? പേടിയായിരുന്നു അല്ലേ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ആരും എന്താണ് നമ്മുടെ രാജയുടെ കൂടെ അങ്ങനെ കളിക്കാന്ന് പോലെ. എന്താ? ഗ്രാൻഡ് ഫാദറെ പേടിയല്ലായിരിക്കും അല്ലേ? എവ്രിബഡി വാസ് അഫ്രേഡ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ദാറ്റ് ഈസ് വൈ രാജ ഡിഡ് നോട്ട് ഹാവ് സോ മെനി ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെന്താ? ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് മാഡ് അറ്റ് രാജ ആഫ്റ്റർ ദി സാൻഡൽവുഡ് ട്രീ ഇൻസിഡൻറ്റ്. ഓർമ്മയുണ്ടോ സാൻഡൽവുഡ് ട്രീ ഇൻസിഡൻറ്റ്? എന്തായിരുന്നു സാൻഡൽവുഡ് ട്രീ ഇൻസിഡൻറ്റ്? എന്താണ്? രാജ വൺസ് എന്താണ് ചെയ്യുക? ഗ്രാൻഡ് ഫാദറേയും കൂട്ടി പോയി എന്താണ് ഒരു ട്രീയുടെ അടിയിൽ പോയിന്ന് ഹി ജസ്റ്റ് ഷേക്സ് ദി ട്രീ. അപ്പോൾ ഇങ്ങനെ ട്രീ ഷേക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിലെ വാട്ടർ അല്ലേ, വെള്ളമൊക്കെ എന്താണ് ദേഹത്താവുകയും അങ്ങനെ ഗ്രാൻഡ് ഫാദർ എന്താണ് ദേഷ്യപ്പെടും അല്ലേ? വൈ ഡിഡ് യു ഡൂ സോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെയുള്ളൊരു ഇൻസിഡൻ്റ് ആണ് ഇതിൽ പിന്നെ പറയുന്നത് ഈ സ്റ്റോറിയിൽ. ഓർക്കുന്നുണ്ടോ? പിന്നെ അപ്പോൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? രാജ ഹൈഡ്സ് അറ്റ് എ പ്ലേസ് വെൻ നോ വൺ വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിം. അങ്ങനെ രാജ പേടിച്ചു, ഗ്രാൻഡ് ഫാദർ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പേടിച്ച ആൾ എന്ത് ചെയ്യും? എങ്ങോട്ടേക്ക് പോവും? എവിടെയോ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ച് നിൽക്കും അല്ലേ? ഗ്രാൻഡ് ഫാദറെ പേടിച്ച് ഹി വിൽ ഹൈഡ് അറ്റ് സം പ്ലേസ് വെൻ നോബഡി ക്യാൻ ഫൈൻഡ് ഹിം. ദെൻ വാട്ട് ഹാപ്പൻസ്? അങ്കിൾ ഫൈൻഡ്സ് രാജ. അങ്ങനെ ഫൈനലി എവ്രിബഡി വാസ് വറീഡ്. എവ്രിബഡി സ്റ്റാർട്ടഡ് സെർച്ചിങ്. രാജ വേർ ആർ യു എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? സെർച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതെന്താവും? വലിയൊരു ഇഷ്യൂ ആവും. എവ്രിബഡി തോട്ട് രാജ ഇസ് മിസ്സിങ്, ഹി വെൻ സംവെയർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ രാജയുടെ അങ്കിള് വന്നിട്ട് രാജാനെ കണ്ടുപിടിക്കും അല്ലേ? അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് എൻ ഇൻസിഡൻറ്റ് ഓർ നോട്ട് എ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്. ദിസ് ഈസ് അബൌട്ട് certain things that is happening in the house. grandfather, grandchild ഒക്കെ ഉള്ള അങ്ങനെ ഒരു സ്റ്റോറി. വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലേ? യു ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് യുവർ എക്സ്പീരിയൻസ് ഓൾസോ. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ അല്ലേ? എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അമ്മയോ അച്ഛനോ കാണാതിരിക്കാൻ വേണ്ടി എന്താണ് നൈസായി എന്താ എവിടെയെങ്കിലും പോയി ഒളിക്കും, അങ്ങനെ അവസാനം അമ്മ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ദിസ് ഈസ് എ വെരി കോമൺ തിങ്. അങ്ങനെ ഉള്ള രാജയുടെ സ്റ്റോറിയാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ക്ലിയർ? സോ ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റോറി. നൗ ഇനി ഒരു ആക്ടിവിറ്റിയിലേക്ക് പോയാലോ നമുക്ക്? ഇനിയുള്ളത് ഒരു കോൺവെർസേഷനാണ്. സി ദി ബോയ് ഇൻ ദ സ്റ്റോറി. ദിസ് ഈസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ആക്ടിവിറ്റി. നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ദിസ് വാസ് ആസ്ഡ് ഇൻ 2019-20 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ആക്ടിവിറ്റിയാണ്, നോട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് എൻ ആക്ടിവിറ്റി. എന്താ? കോൺവെർസേഷൻ. എന്താ കോൺവെർസേഷൻ? എന്താണ്? നമ്മൾ ഡയലോഗ് അല്ലേ? രണ്ടാൾക്കാർ തമ്മിലുള്ളൊരു ഡയലോഗ് നമ്മൾ എഴുതണം. അതാണ് കോൺവെർസേഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ബോയ് ഇൻ ദ സ്റ്റോറി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇതൊക്കെ മനസ്സിലാവേണ്ടിക്കില്ലേ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കണേ. ടെക്സ്റ്റ് വായിക്കാതെ ഈ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നമുക്ക് സ്റ്റോറിയിൽ എന്താ നടന്നതെന്ന് അറിയണ്ടേ? എന്നാലല്ലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂ. കോൺവെർസേഷൻ ഇതൊക്കെ നിങ്ങൾ സ്റ്റോറി വായിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അങ്കിളോ? ഏത് അങ്കിള്? ഇപ്പോൾ സ്റ്റോറി വായിക്കണം. ഗ്രാൻഡ് ഫാദറോ? എന്താണ് ഇത് സംഭവം എന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ എന്താ വേണ്ടത്?
ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തു തന്നാൽ കൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് ടെക്സ്റ്റ് വായിക്കണം. മനസ്സിലായോ? അപ്പോൾ ടെക്സ്റ്റ് വായിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റൂ, പിന്നെ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ ടൈം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങൾക്ക് എന്താണ് ടൈമുണ്ട്. പതുക്കെ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ദി ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ was missing without losing hope. Grandfather turned in the direction of the family temple and started praying. Oh God, please tell me where my boy is missing. എന്നൊക്കെ പറഞ്ഞിട്ട് grandfather started praying. At that moment, the boy's uncle came. അപ്പോഴാണ് boy's uncle വരുന്നത്. Prepare the likely conversation between the uncle and the grandfather. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? അങ്കിള് വന്നു, അങ്കിളും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതണ്ടെങ്കിൽ സ്റ്റോറി അറിയണം, എന്താ സംഭവിച്ചതെന്ന് അറിയണം, ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയണം, ഇതൊക്കെ അറിയണേ. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ടെക്സ്റ്റ് വായിക്കണം. അപ്പോൾ ഇവിടെ യു ഹാവ് ടു റൈറ്റ് ദി ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ അങ്കിൾ ആൻഡ് ഗ്രാൻഡ് ഫാദർ. ഇവിടെ നോക്ക്, ദിസ് ഈസ് ഓൾസോ പ്രീവിയസ് ഇയർ ആക്ടിവിറ്റിയാണ്. 1920 ചോദിച്ച ആക്ടിവിറ്റിയാണ്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ചസ്. 5 എക്സ്ചേഞ്ചസ് എഴുതിയാൽ മതി. 5 എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? 5 എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയണേ ഹലോ മൈ ഡിയർ ലേണേഴ്സ്, അപ്പം നിങ്ങൾ പറയാണ് ഹായ് മാം. ദാറ്റ് ഈസ് 1 എക്സ്ചേഞ്ച്. അതാണ് ഒരു എക്സ്ചേഞ്ച്. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ അതിന് റിപ്ലൈ തന്നു. 1 എക്സ്ചേഞ്ച്. അഗെയിൻ ഞാൻ ചോദിക്കുകയാണ് ഹൗ ആർ യു ഓൾ. അപ്പം നിങ്ങൾ പറയും ഐ എം ഫൈൻ മാം. അത് 2nd എക്സ്ചേഞ്ച്. അങ്ങനെ 1 2 അങ്ങനെ പോയി 5 എക്സ്ചേഞ്ചസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഒരുപാട് എഴുതണ്ട. ഓക്കെ, ക്ലിയർ? ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. അതാണ് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. അതാണ് 5 എക്സ്ചേഞ്ച് പറഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് എന്താണ് 5 എക്സ്ചേഞ്ച് മാത്രം എഴുതിയാൽ മതി. ഒരുപാട് എഴുതണ്ട. അപ്പോൾ വാട്ട് എവർ യു നോ എഴുതാം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? വിൽ ജസ്റ്റ് try. Okay, how will you write the likely conversation between uncle and the grandfather? Situation ഓർമ്മിക്കുക. എന്താണ്? ബോയ് ഇസ് മിസ്സിങ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടഡ് ടു പ്രേ. അപ്പം അങ്കിൾ വന്നു. അപ്പം എന്തായിരിക്കും ചോദിക്കുക? അപ്പം നിങ്ങൾ ആലോചിക്കുക, അങ്കിള് വന്നു, അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്തായിരിക്കും ചോദിക്കുക അങ്കിളിനോട്? ആദ്യം തന്നെ എന്താ ചോദിക്കുക? ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആദ്യം തന്നെ എന്തൊക്കെയുണ്ട്, സുഖാണോ എന്നാണോ ചോദിക്കുക ഗ്രാൻഡ് ഫാദർ? അല്ലേ? ഹീസ് വെരി അപ്സെറ്റ് അല്ലേ, വറീഡാണ്, ടെൻഷനാണ്, മോനെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ചോദിക്കുക? അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വിൽ ജസ്റ്റ് ട്രൈ. അപ്പോൾ ഫസ്റ്റ് എന്താ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ അങ്കിളിന് വെച്ച് തുടങ്ങാം അല്ലേ? അങ്കിൾ എന്ത് ചോദിക്കുക? വാട്ട് ഹാപ്പൻഡ് എന്താ ചോദിക്കുക? അങ്കിള് കണ്ടപ്പോൾ തന്നെ അങ്കിള് മനസ്സിലാവില്ലേ? ബിക്കോസ് ഗ്രാൻഡ് ഫാദർ ഇസ് വെരി ടെൻസ്ഡ് അല്ലേ, ഭയങ്കര ടെൻഷനിലാണ്. അപ്പം എന്താ ചോദിക്കുക? വാട്ട് ഹാപ്പൻഡ്. അങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക്. ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. ഐ ആം ജസ്റ്റ് ഗിവിങ് യു എ സാമ്പിൾ. ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. യു ആർ ഓൾ സ്മോൾ ചിൽഡ്രൻ. അപ്പോൾ പക്ഷെ എഴുതുന്നത് ക്ലിയറായി എഴുതണം. ഓക്കെ, പിന്നെ എന്താണ്, സ്റ്റോറി ബേസ് ചെയ്ത് എഴുതാതെ, അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും എഴുതി വെക്കരുത്. സ്റ്റോറി ബേസ് ചെയ്ത് എഴുതാം. അപ്പം അങ്കിൾ ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഞാൻ ഗ്രാൻഡ് ഫാദർ ഷോർട്ടാക്കി എഴുതുകയാണേ. GF മീൻസ് ഗ്രാൻഡ് ഫാദർ ആണേ. ഗ്രാൻഡ് ഫാദർ ഓ ഗോഡ്. എന്താ ഓ ഗോഡ്, മൈ ബോയ് ഇസ് മിസ്സിങ്. അങ്ങനെ പറയാം അല്ലേ? മൈ ബോയ് ഇസ് മിസ്സിങ്. ഓക്കെ, ഇതൊരു എക്സ്ചേഞ്ച് ആണ്. ദിസ് ഈസ് 1 എക്സ്ചേഞ്ച്. അപ്പം ഇങ്ങനെ എഴുതിയാൽ നെക്സ്റ്റ് അങ്കിൾ എന്തെങ്കിലും പറയണം അല്ലേ? അങ്കിൾ എങ്ങനെ പറയും? അങ്കിൾ വാട്ട് ഹാപ്പൻ? ഓ ഗോഡ് മൈ ബോയ് ഇസ് മിസ്സിങ്. അഗെയിൻ അങ്കിൾ എന്ത് പറയും? വാട്ട്. അങ്കിൾ ഒന്ന് ഞെട്ടണം അല്ലേ? വാട്ട്, ബോയ് മിസ്സിങ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എങ്ങനെയായിരിക്കും റിപ്ലൈ കൊടുക്കുക? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. യു ഹാവ് ഗുഡ് ഈവനിങ്. അപ്പോൾ യു ഹാവ് ടു ഗിവ് മീ ദി ആൻസർ. ഞാനല്ല എഴുതേണ്ടത്, നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ യു ഹാവ് ടു ഗിവ് മീ റിപ്ലൈ. വാട്ട്, ദിസ് ഈസ് ജസ്റ്റ് എ സാമ്പിൾ. ഓക്കെ, ഓ ഗോഡ് മൈ ബോയ് ഇസ് മിസ്സിങ്. വാട്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയണം അല്ലേ? യെസ്
I cannot find him. I cannot find him എന്ന് പറയാം അല്ലേ? I cannot find him. Please help me. അങ്ങനെ വേണ്ടിക്ക് എഴുതാം. ഓക്കെ. Yes, I cannot find him, uncle. What happened? What happened നമ്മൾ ചോദിച്ചല്ലേ? Where is he? Don't worry. Where is he? Don't worry. We can. Don't worry. I will help you. അങ്ങനെ എഴുതാം. Don't worry. I will help you. I will help you. ഓക്കെ. അങ്ങനെ പറയാം അല്ലേ? മിസ് എഴുതുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലെങ്കിൽ പറയണേ. നൗ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, വായിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഓക്കെ. അങ്കിൾ വേർ ഇസ് ഹി? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. പ്ലീസ് ഡു സംതിങ്. ഗ്രാൻഡ് ഫാദർ ഇസ് വെരി അപ്സെറ്റ് അല്ലേ? പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് അല്ലേ? പ്ലീസ് ഹെൽപ്പ് മീ. വെർ ഇസ് ഹി? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. പ്ലീസ് ഹെൽപ്പ് മീ. കം, ലെറ്റ് മീ സീ അല്ലേ? ലെറ്റ് മീ സീ. പിന്നെന്താ? ഗ്രാൻഡ് ഫാദർ ടെൻഷനിൽ എന്തൊക്കെയോ പറയായിരിക്കും. അങ്ങനെ ആയിരിക്കില്ലോ അല്ലേ? ഇമാജിൻ ചെയ്യുക ആ സിറ്റുവേഷൻ. അപ്പോൾ ഐ കനോട്ട് ലിവ് വിത്ത് ഹിം. ഐ കനോട്ട് ലിവ് വിത്ത് ഹിം. ഐ കനോട്ട് live with him. Without him, sorry, not with him അല്ലേ? Without him. I cannot live without him. I cannot live without him. അപ്പം അങ്കിള് എന്ത് ചെയ്യണം? സമാധാനിപ്പിക്കണം. Don't worry, he will be hiding somewhere. Let us find him. He will be hiding somewhere. He will be hiding somewhere. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പത്ര എക്സ്ചേഞ്ച് 1 1 2 3 4 ഒരു ഇതാ. ഇനി ഈ റിപ്ലൈയോട് കൂടി 5 എക്സ്ചേഞ്ചസ് ആയി. എന്താണ് അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറയുക? പ്ലീസ് ഹെൽപ്പ് മീ നമ്മൾ എഴുതിയില്ല അല്ലേ? പ്ലീസ് ഹെൽപ്പ് മീ എഴുതി. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് പറയണം? ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ്. ലെറ്റ്സ് ഡു സംതിങ്. ഇത് ഞാൻ പറഞ്ഞു, മിസ്സ് തരുന്ന ഒരു സാമ്പിളാണ്. ഓക്കെ. മിസ് അല്ല എക്സാം എഴുതുന്നത്, നിങ്ങളാണ് എക്സാം എഴുതുന്നത് അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. യു ഹാവ് ടു ഗിവ് മീ ആൻസർ. അതിനല്ലേ നമ്മൾ ലൈവ് സെഷനൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ തരണം. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ലെങ്തി ആയിട്ട് സെൻറ്റൻസ് എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ റൈറ്റ് സ്മോൾ സെൻറ്റൻസസ്. അങ്ങനെയും എഴുതാം. ഓക്കെ. എന്ത് വേണം? പക്ഷേ സ്റ്റോറി ആയിട്ട് കണക്ഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താണ്, മീനിങ് ഫുൾ ആയിരിക്കണം. ട്രൈ ടു റൈറ്റ് മീനിങ് ഫുൾ സെൻറ്റൻസസ്. മീനിങ് ഉണ്ടാവണം നിങ്ങൾ എഴുതുന്ന കാര്യത്തിൽ. ചെറിയ സെൻറ്റൻസ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. അങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്താണോ എഴുതുന്നത് ക്ലിയർ ആയിരിക്കണം, സ്റ്റോറി റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഹൗ യു റൈറ്റ് എ കോൺവെർസേഷൻ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ യു റൈറ്റ് എ കോൺവെർസേഷൻ. ഇങ്ങനെ എഴുതരുത് കേട്ടോ, നീറ്റിൽ എഴുതണേ. നിങ്ങൾ എഴുതുമ്പോൾ വളരെ നീറ്റായിട്ട് എഴുതണം. നിങ്ങൾ ടീച്ചർക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ യു ഹാവ് ടു റൈറ്റ് വെരി നീറ്റ്ലി. ഓക്കെ. നൗ ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ഇസ് എ പോയം. അതൊരു പോയമാണ് അല്ലേ? പോയാണ്. എന്താ പോയത്തിൽ എന്താണ് തീം? പോയത്തിൻ്റെ തീം എന്താണ്? ദി പോയം എക്സ്പ്ലോർസ് ദി ഷെയർഡ് എക്സ്പീരിയൻസസ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്, ഹൈലൈറ്റിംഗ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ടു ലൈഫ് സ്റ്റേജസ്. മനസ്സിലായോ? എന്താണ്? 2 ലൈഫ് സ്റ്റേജസ് ആണ് ഈ പോയത്തിൽ പറഞ്ഞ. ഓർമ്മയുണ്ട്? ഇവിടെ എന്താണ്? ഒരു സ്മോൾ ബോയും ഹിസ് ഗ്രാൻഡ് ഫാദറും ആണ്. അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ പോലെയാണ് ഈ പോയം അല്ലേ? എന്താണ്? ഈ ചൈൽഡ് ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്, ഐ ഹാവ് സം പ്രോബ്ലംസ്. അപ്പോൾ അതൊക്കെ ഈ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്? ഗ്രാൻഡ് ഫാദർ പറയാണ്, ഡോണ്ട് വെറി മൈ ബോയ്, ഐ ഓൾസോ ഹാവ് ദി സെയിം പ്രോബ്ലം, ഐ ഓൾസോ ഫേസ് സെയിം സിറ്റുവേഷൻ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ബോയും ഈ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ പോലെയാണ് ഈ പോയം പോകുന്നത്. വെരി സ്മോൾ പോയം, ബട്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പോയാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാവേ? നോക്കിയോ,
the boy's concerns about dropping his spoon, wetting his pants and crying are met with similar responses from the old man, indicating that these are universal experiences regardless of age. അപ്പോൾ ബോയ് എന്താ പറയുന്നത്? ഗ്രാൻഡ്പാ, ഐ ഹാവ് സം പ്രോബ്ലം. ഐ ഓഫൺ വെറ്റ് മൈ പാൻസ്. എന്താ നിങ്ങൾക്കറിയാം, സ്മോൾ ബേബീസ് ഒക്കെ ആകുമ്പോൾ ദേ വെറ്റ് ദിയർ പാൻസ് അല്ലേ? അങ്ങനെ അവർ അമ്മ ഐ വോണ്ട് ടു ഗോ ടു വാഷ്റൂം എന്നൊക്കെ പറയാനൊന്നും അവർക്ക് അറിയില്ല. ചില സമയം എന്ത് പറ്റും, അറിയാതെ പാൻസ് ഒക്കെ വെറ്റായിപ്പോൾ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, ഡോണ്ട് വെറി മൈ ബോയ്, ഐ ഓൾസോ ഹാവ് ദ സെയിം പ്രോബ്ലം. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആണ്. ഓൾഡ് ഏജ് ആയാലും സ്മോൾ ബേബി ആണെങ്കിലും തിങ്സ് ആർ സെയിം. ദിസ് ഗ്രാൻഡ് ഫാദറും എന്താണ് സെയിം എക്സ്പീരിയൻസസിലൂടെ കടന്നു പോവുകയാണ് എന്നാണ് ഈ പോയം പറയുന്നത്. ഐ ഓഫൺ ഡ്രോപ്പ് മൈ സ്പൂൺ. പിന്നെന്താ പറയുന്നത്? ആൻഡ് ക്രൈയിങ് ആം അറ്റ് ആൻഡ് ഐ ഓൾസോ ഓഫൺ ക്രൈ ആൻഡ് പീപ്പിൾ ഡോണ്ട് ടേക്ക് മച്ച് അറ്റൻഷൻ എന്നൊക്കെ പരാതി പറയാണ് അല്ലേ ബോയ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, ഇതൊന്നും മോൻ പേടിക്കേണ്ട, ഇതൊക്കെ എന്താണ്, ഗ്രാൻഡ് ഫാദർ ഓൾസോ ഫേസ് സിമിലർ സിറ്റുവേഷൻ. ദിസ് ഈസ് യൂണിവേഴ്സൽ റിഗാർഡ്ലെസ് ഓഫ് ഏജ് ഒന്നൊരു പ്രശ്നമല്ല, ഇതൊക്കെ കോമൺ, എൻ്റെയും മോൻ്റെതിലും ഇടയിലുള്ള കോമൺ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്. പിന്നെ the boy's frustration at being ignored by grown-ups is echoed by the old man's understanding. പിന്നെ ബോയ് പറയാണ്, ഐ ഓഫൻ ക്രൈ ആൻഡ് നോബഡി ടേക്സ് കെയർ ഓഫ് മീ. എന്താണ് ചിലപ്പോഴൊക്കെ ഞാൻ കരഞ്ഞാലും എന്നെ ആരെന്ത് ചെയ്യില്ല, എന്നെ നോക്കില്ല, എൻ്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യില്ല. നോബഡി എൻ്റെ കാര്യങ്ങളൊന്നും, ഞാൻ എത്ര കരഞ്ഞാലും ചിലപ്പോൾ എന്നെ പാരൻസ് ശ്രദ്ധിക്കാറില്ല ഒക്കെ പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറയുന്നത്? ദിസ് ഈസ് ദ സെയിം കേസ് വിത്ത് മീ ഓൾസോ. അപ്പോൾ ഈ ബോയ്, ഇതൊരു ബോയ് ആണ് അല്ലേ, ഗ്രാൻഡ് ഫാദർ ഓൾഡ് ഏജിലാണ്, ഈ മോൻ യങ് ആണ് അല്ലേ, വെരി സ്മോൾ ആണ്. പക്ഷേ രണ്ടാളുടെ സിറ്റുവേഷൻ സെയിം ആണ്. വെൻ വി ഗ്രോ ഓൾഡർ സെയിം ഇസ് ദി സിറ്റുവേഷൻ. അപ്പോൾ ഗ്രാൻഡ് ഫാദറുടെ സിറ്റുവേഷനും ഈ പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, their bond represented by the warmth of love of the old man's hand suggests that they find solace in their shared experience and lack of attention from others. നമ്മൾ ചിലപ്പോഴൊക്കെ കുഞ്ഞു വാവകളൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ, പക്ഷെ അവർക്കത് വലിയൊരു കാര്യമാണല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തെങ്കിലും വലിയൊരു കാര്യത്തിനായിരിക്കും കരയുന്നത്. പക്ഷേ സംടൈംസ് വി ഡോണ്ട് മൈൻഡ് ദം അല്ലേ, യു പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവും. അതുപോലെ ഓൾഡ് ഏജ് പീപ്പിൾ, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓൾഡ് ഏജ് പീപ്പിൾ, അതായത് നമ്മളെ ഗ്രാൻഡ് പാരൻസോ ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരൊക്കെ ഓൾഡ് ഏജിലേക്ക് പോകുന്തോറും വീണ്ടും യങ് ആവാന്ന് പറയില്ലേ, ചൈൽഡ്ഹുഡ്, സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയും നമ്മൾ ഓൾഡ് ഏജിനെ. അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മളെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ കുഞ്ഞു വാവകളാവും അല്ലേ, ദേ വിൽ ഹാവ് സോ മെനി ഡിമാൻഡ്സ്. അപ്പോൾ അവരെന്തൊക്കെയോ പറയും. അപ്പോൾ നമ്മൾ ചില സമയം എന്ത് ചെയ്യില്ല, അവരെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അവർക്ക് വിഷമാണ്, അത് ഭയങ്കര വിഷമാണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ രണ്ട് സിറ്റുവേഷനാണ് ഈ പോയറ്റിൽ പറയുന്നത്. വൺ ദാറ്റ് ഓഫ് എ ചൈൽഡ്, ദി അതർ ദാറ്റ് ഓഫ് ദി ഗ്രാൻഡ് പാരൻറ്റ്, ഓക്കെ, ഹൂ ഇസ് ഇൻ ഹിസ് ഓൾഡ് ഏജ്. അപ്പോൾ അതാണ് ഈ പോയം പറയുന്നത്, ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ. ക്ലിയർ? അപ്പോൾ പോയ ഓർമ്മ എന്നല്ല, പോയം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് മിസ് പറഞ്ഞത്. ഓക്കെ, നൗ പിന്നെയുള്ളത് അനദർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദി ലാസ്റ്റ് സ്റ്റോറി ഓഫ് ദി ഫസ്റ്റ് യൂണിറ്റ്, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. മേക്കിംഗ് എ മാംഗോ പിക്കിൾ ഇസ് ടേക്കൺ ഫ്രോം ദി ഫേമസ് ബംഗാളി നോവൽ പതേർ പാഞ്ചാലി. എന്താണ് പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ഫേമസ് ബംഗാളി നോവലുണ്ട്. ഇതിൻ്റെ ഫിലിം ഉണ്ട് കേട്ടോ. ദർ ഇസ് എ ഫിലിം ഓൾസോ, പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്, റിട്ടൺ ബൈ വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ്. ഈ പേരൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല, കുഴപ്പമില്ല, യു ആർ ഓൾ സ്മോൾ കിഡ്സ്, ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സ്റ്റോറി ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ ഈ പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ബംഗാളി നോവലിൽ നിന്നുള്ള ഒരു ചെറിയ പോർഷനാണ് ഏത്, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഓക്കെ, സോ എന്താണ്, ദി മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി ആർ അപ്പു ആൻഡ് ദുർഗ. ഓർമ്മയുണ്ടോ അപ്പുവിനെയും ദുർഗേനെയും? അപ്പു ആൻഡ് ദുർഗയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി. എന്താണ് ഇതിൽ, ദുർഗ ബ്രിങ്സ് എ മാംഗോ. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു സിസ്റ്ററും ബ്രദറും തമ്മിലുള്ളൊരു ഇൻസിഡൻറ്റ്, അവർ വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ദെയർ മദർ ഇസ് വെരി സ്ട്രിക്റ്റ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മദറുണ്ട്. യെസ്, അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മദറാണ് ഇവരുടെ അമ്മ. അപ്പോൾ അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാണ്,
പിന്നെ they are trying to make something. എന്താ? ദുർഗ brings a mango. ഒരു മാംഗോ കൊണ്ടുവന്ന അമ്മയില്ലല്ലോ, അപ്പം നമുക്കൊരു പിക്കിൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ചേച്ചി മാംഗോ ഒക്കെ കൊണ്ടുവരികയാണ്. പിന്നെ എന്താ ചെയ്യുക? അപ്പു ആൻഡ് ദുർഗ പ്രിപ്പയർ ദംസെൽസ് ട്രീറ്റ്. ഓക്കെ, ആൻഡ് they themselves prepare a treat. എന്താ? അങ്ങനെ അപ്പവും ദുർഗയും കൂടി അമ്മ കാണാതെ മാംഗോ ഒക്കെ എടുത്ത് വന്ന് മുറിച്ച് നല്ല എന്താ പിക്കിൾ ഉണ്ടാക്കുക, മാംഗോ പിക്കിൾ. ഓക്കെ, while they were having their treat, mother arrives and calls for ദുർഗ. അപ്പോഴാണ് ആര് വരുന്നത്? അമ്മ വരുന്നത്. ഓക്കെ, സോ പിന്നെ അമ്മ വരികയാണ്. അമ്മ വന്നിട്ട് പറയാണ് എന്താ? ദുർഗ വിളിക്കുക. അമ്മ ദുർഗ വേറെ യു എന്ന് ചോദിക്കില്ലേ നമ്മൾ, അമ്മ വന്നാലല്ലേ നമ്മൾ കാണാതിരിക്കുമ്പോൾ. അതുപോലെ അമ്മ ദുർഗയെ വിളിക്കുകയാണ്. അപ്പു ആക്സിഡൻ്റലി ടെൽസ് ദി മദർ അബൌട്ട് ദെയർ ട്രീറ്റ്. ഓക്കെ, ഹലോ ധാർമിക്. ധാർമിക് എന്താ? ശ്രദ്ധിക്കുക, നമ്മളെ ക്ലാസ് മാംഗോ പിക്കിളൊക്കെ ഓർത്തെടുക്കുക. ദുർഗ അപ്പുവിനൊക്കെ ഓർമ്മിക്കുക കേട്ടോ, നമുക്ക് നാളെ എക്സാം എഴുതണ്ടേ. അപ്പോൾ മദർ അറൈവ്സ്, കോൾസ് ഫോർ ദുർഗ. പിന്നെ അപ്പു ആക്സിഡൻ്റലി ടെൽസ് ദി മദർ അബൌട്ട് ദെയർ ട്രീറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പു സ്മോൾ അല്ലേ, അപ്പു ചെറുതാണ്. അപ്പോൾ മദർ വന്നു. അപ്പോൾ ദുർഗ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുക. അപ്പു ഡോണ്ട് ടെൽ നമ്മളിങ്ങനെ കാണിക്കില്ല, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൊക്കെ ഒപ്പിച്ചാൽ കാണിക്കല്ലേ, അപ്പു ഡോണ്ട് ടെൽ എന്നൊക്കെ പറഞ്ഞ് ദുർഗ ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണേ. അപ്പോൾ അപ്പുവിൻ്റെ വായിന്ന് അറിയാതെ എന്ത് വീഴും? എന്തോ ഒരു കാര്യം പറയും, നമ്മളെന്തോ കഴിക്കുകയായിരുന്നു എന്നുള്ളത് അങ്ങനെ അമ്മക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ദി കോൺവെർസേഷൻ ഗെറ്റ്സ് കട്ട് ഷോർട്ട് ബൈ ദി മിൽക്ക് വുമൻ ആൻഡ് മദർ ആസ്ക്സ് ദുർഗ ടു ഹെൽപ്പ് ഷോർണോ. ഷോർണോ എന്ന് പറയുന്നത് മിൽക്ക് വുമൺ ആണ്. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ ഇപ്പോൾ എന്താണ് രണ്ടാൾ പിടിക്കുന്നാവുമ്പോഴേക്ക് പെട്ടെന്ന് ഇവർ വരുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി പോവാണ്. അപ്പം പെട്ടെന്ന് അമ്മേൻ്റെ ശ്രദ്ധയൊക്കെ മാറും. അങ്ങനെ അവർ ജസ്റ്റ് രക്ഷപ്പെടും. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് എന്ത് ദിസ് വൺ, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി സ്റ്റോറി ഫ്രം പതേർ പാഞ്ചാലി. അപ്പം നിങ്ങൾക്ക് ഈ പേരൊന്നും ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിലും ക്യാരക്ടേഴ്സും ഇൻസിഡൻസും ഒക്കെ ഓർമ്മിക്കാം. നൗ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ക്രിപ്ഷൻ. ഇതും നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചൊരു ആക്ടിവിറ്റിയാണ്. ഡിസ്ക്രിപ്ഷൻ 2019-20 യുവർ പ്രീവിയസ് എക്സാമിന് ചോദിച്ച അനദർ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് അബൌട്ട് ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബിങ് സംതിങ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ മാംഗോ, മേക്കിംഗ് എ മാംഗോ പിക്കിളിൽ സ്റ്റോറി ബേസ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്? ഇൻ ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ, ദുർഗ ആൻഡ് അപ്പു റിയലി എൻജോയ്ഡ് മാംഗോ പിക്കിൾ ദേ ഹാവ് മെയ്ഡ്. After reading the story, you also might have got an idea on how to prepare a mango pickle. എങ്ങനെ ഈ മാംഗോ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉണ്ടാക്കില്ലേ മാംഗോ ഒക്കെ കട്ട് ചെയ്ത് എന്താണ് ഓയിലൊക്കെ ഇട്ട് കുറച്ച് ചില്ലിയും സോൾട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറില്ലേ, അതാണ് ഈ മാംഗോ പിക്കിൾ. അപ്പോൾ യു ഹാവ് ടു ഡിസ്ക്രൈബ് ഹൗ യു ആർ ഗോയിങ് ടു മേക്ക് മാംഗോ പിക്കിൾ. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ആർ ഗിവൻ ബിലോ. ഡിസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഹൗ ടു പ്രിപ്പയർ ദി മാംഗോ പിക്കിൾ. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അപ്പോൾ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അപ്പോൾ പേടിക്കണ്ട. ഈ ഇൻഗ്രീഡിയൻസ് മതി നമ്മളെ മാംഗോ പിക്കിളിൽ, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ യു വിൽ ഗെറ്റ് സോ മെനി ക്ലൂസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ കുറേ ഹിൻസ് ഉണ്ടാവും, പേടിക്കണ്ട. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹൗ യു ആർ ഗോയിങ് ടു മേക്ക് മാംഗോ പിക്കിൾ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു ക്ലൂവും കൂടി ഉണ്ട്. എന്താ? യു മേ ബിഗിൻ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. ടേക്ക് ടെൻഡർ മാംഗോസ്. ബാക്കി നിങ്ങൾ എഴുതണം. ഇതാണ് ഡിസ്ക്രിപ്ഷൻ. എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? ഇവിടെ മാംഗോ ഉണ്ട്, ചില്ലി ഉണ്ട്, salt is there, then oil is there. You are going to make a mango pickle. How you are going to write? You should write. അപ്പോൾ you can begin like this. Take tender mangoes. നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം അല്ലേ? How are you going to make your mango pickle? Take tender mangoes. ഇങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലേ? Take tender mangoes. Tender mangoes. Okay? And ബാക്കി നിങ്ങൾ പറയണം. യു ഹാവ് ടു റെസ്പോണ്ട്. ദിസ് ഇസ് എ ലൈവ് സെഷൻ. അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെയാണ് നിങ്ങൾ എഴുതുക. ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ യു ഹാവ് ടു ടേക്ക് ടെൻഡർ മാംഗോസ് ആൻഡ് cut them
cut them into small slices. അങ്ങനെ എഴുതാം അല്ലേ? Cut them into small slices. Okay, cut them into small sizes. പിന്നെ എന്താ? പിന്നെ എങ്ങനെ എഴുതും നമ്മൾ? add some salt and a spoon oil. Okay, add some salt and a spoon oil. പിന്നെ എന്താ എഴുതും? പിന്നെ mix all these in a bowl. Okay, mango pickle is ready. അങ്ങനെ എഴുതാം അല്ലേ? mango pickle is ready. Okay, ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ you will get some clues like this. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് കിട്ടും. അപ്പോൾ എന്നിട്ട് എന്താണ്, ആ ക്ലൂസ് വെച്ച് ആ ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾ എങ്ങനെ മാംഗോ പിക്കിൾ ഉണ്ടാവുമെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതുക. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇംഗ്ലീഷ് നിങ്ങളുടെ സ്വന്തം നേറ്റീവ് ലാംഗ്വേജ് അല്ല, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ മലയാളം പറയുന്ന പോലെ അല്ലെങ്കിൽ മലയാളം എഴുതുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് അറിയുന്നത് എഴുതാ, തെറ്റും അല്ലേ? തെറ്റിപ്പോവും. തെറ്റൊക്കെ വളരെ കോമൺ ആണ്, എല്ലാവർക്കും തെറ്റ് പറ്റും. മിസ്റ്റേക്സ് ഹാപ്പൻ. അപ്പോൾ മിസ്റ്റേക്ക് വരുന്നൊക്കെ ഓർത്ത് എഴുതാതിരിക്കരുത്. വളരെ ഫ്രീ ആയി നിങ്ങൾക്ക് അറിയുന്ന കാര്യം എഴുതാം. മിസ്റ്റേക്സ് യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. അങ്ങനെ മിസ്റ്റേക്സ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഡോണ്ട് വറി അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ, ഇപ്പോഴേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ലാംഗ്വേജിനോട് നിങ്ങൾക്ക് ഇഷ്ടക്കേട് വരും. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറയുന്നത്, വാട്ട് എവർ യു നോ ട്രൈ ടു റൈറ്റ് ഇൻ വെരി സിമ്പിൾ സെൻറ്റൻസസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇനിയുള്ളതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ. റീഡിങ് കോംപ്രിഹെൻഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദിസ് ഈസ് ആക്ടിവിറ്റി 1. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 1 റീഡിങ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. യു വിൽ ഗെറ്റ് എ പാസേജ്. ഒരു പാസേജ് തരും, ഒരു സ്റ്റോറി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ആ സ്റ്റോറി വായിക്കുക, വളരെ സിമ്പിൾ സ്റ്റോറി ആയിരിക്കും. യു ഹാവ് ടു റീഡ് ദി പാസേജ് ആൻഡ് യു ഹാവ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഈ സ്റ്റോറി ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാസേജ് നോക്കാം അല്ലേ? ഹൗ യു ആർ ഗോയിങ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ് നോക്കാം. ദിസ് ഈസ് ദി പാസേജ്. ഓക്കെ, a mother dog and her pups lived in a beautiful farm. There was a small well in the farm. അപ്പോൾ നിങ്ങൾ വളരെ സ്ലോ ആയി വായിക്കുക, മീനിങ് മനസ്സിലാവണ്ടേ? ഓക്കെ, the mother dog told the pups not to go near the well or play around it. Okay, one of the pups thought of going near the well. He went near the well and looked inside. He saw his reflection and thought that it was another dog. The pup barked at the dog. He heard back a huge barking sound. Bark means dogs bark. Dog in that sound niyana nammal bark cheya paraya. Okay, he was afraid and ran back to his brothers to say about the dog in the well. Appo he went to say this incident to us. He went to share this incident with his brother dogs. Okay, now 3 of them came near the well and looked inside. Okay, they looked inside. Now they saw 3 dogs. See, before that he saw only 1 dog. Now they saw 3 dogs in the well. They waved at the dogs. The dogs in the well too waved back. മനസ്സിലാവുന്നുണ്ടോ? വളരെ സ്ലോ ആയി നിങ്ങൾ വായിച്ചാൽ you will get the meaning. They were happy to see them waving back. Now the puppies barked at the reflection. Again they barked.
The sound echoed from the well was frightening. Frightened, the puppies ran back to their farm. They said the whole story to their mother. The mother understood the matter and laughed at them. മദറിന് കാര്യം മനസ്സിലായി അല്ലേ? ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് പാസേജ് ഉണ്ടാവുക. അപ്പോൾ ഇത് പുതിയൊരു സ്റ്റോറി ആയിരിക്കും, നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഏതെങ്കിലും ഒരു സ്മോൾ സ്റ്റോറി. അപ്പോൾ വെരി സിമ്പിൾ സ്റ്റോറി. അപ്പം പതുക്കെ ടൈം എടുത്ത് വായിക്കാം. The puppies too laughed without knowing what had happened. അപ്പോൾ puppies also laughed. Mother is laughing. So we will also laugh പറഞ്ഞിട്ട് പപ്പീസും ചിരിക്കുകയാണ്. This is the story. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കിട്ടും. And there will be some questions. This is also previous year questions. Okay? From 2019-20 question paper എന്നുള്ളൊരു question. What did the mother dog tell her pups? What did the mother dog tell her pups? Not to go near the well, not to be frightened, not to play in the farm, not to jump into the well. ഏതാണ് പറഞ്ഞത്? മദർ എന്താ പറഞ്ഞത്? What did the mother say to her pups? Not to go near the well അല്ലേ? ഇതല്ലേ പറഞ്ഞത്? Don't go near the well എന്ന് ഫസ്റ്റ് മദർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ യു ക്യാൻ go through the passage again. Okay? ദാ മദർ ഡോഗ് ടോൾഡ് ദി പപ്സ് നോട്ട് ടു ഗോ നിയർ ദി വെൽ. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. യു ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻ വെരി ഈസിലി. നെക്സ്റ്റ് വൺ നോക്കിയേ. വാട്ട് ഡിഡ് ദി പപ്പ് സീ ഇൻ ദി വെൽ? വാട്ട് ഡിഡ് ദി പപ്പ് സീ ഇൻ ദി വെൽ? അപ്പോൾ പപ്പ് ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് വാട്ട് ഡിഡ് ഹി സീ? എന്താണ് കണ്ടത്? പപ്പ് സോ എ ഡോഗ് അല്ലേ? പപ്പ് സോ എ ഡോഗ്. Then why were the puppies frightened? എന്തുകൊണ്ടാ? On seeing water in the well, on seeing another dog in the well, on thinking that their mother would scold, on hearing the sound from the well. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അഗെയിൻ പാസേജിലേക്ക് പോവുക, ഒന്നും കൂടി വായിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവും ദി സൗണ്ട് എക്കോഡ് ഫ്രം ദി വെൽ വാസ് ഫ്രൈറ്റനിങ്. കണ്ടോ? സെൻറ്റൻസ് കണ്ടില്ലേ? അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. why were the puppies frightened? On hearing the sound from the well. This is the answer. Clear? This is how you answer a paragraph or a story based question. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക? പാസേജ് വായിക്കുക. Now, why did the puppies run back to the farm? Why did the puppies run back? നോക്കിയ ഓപ്ഷൻസ്. Because they wanted to see their mother, because they were angry to see the dogs in the well, because they were frightened by the sound, because it was time to go. ഏതാണ്? Because they were പറഞ്ഞേ. Because they were frightened by the sound അല്ലേ? സൗണ്ട് കേട്ട് പേടിച്ചു പപ്പീസ്. അപ്പോൾ that is why they ran back to their farm. Clear? But this is how you answer. One more question is there. Suggest a suitable title to the story. Suggest a suitable title to the story. എന്തായാലും ഒരു ടൈറ്റിൽ, ഒരു സ്റ്റോറിക്ക് ഒരു ഹെഡ് ടൈറ്റിൽ ഉണ്ടാവുമല്ലോ ഓരോ സ്റ്റോറിക്ക് അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടൈറ്റിൽ ഉണ്ടാക്കണം. യു ഹാവ് ടു ക്രിയേറ്റ് എ ടൈറ്റിൽ. വെരി ഈസി, വെരി സിമ്പിൾ. എന്ത് കൊടുക്കും? എന്ത് ടൈറ്റിൽ നമ്മൾ കൊടുക്കും സ്റ്റോറിക്ക്? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ആലോചിക്കണ്ടേ? ദ സ്റ്റോറി ഈസ് അബൌട്ട് പപ്പീസ്, അല്ലെങ്കിൽ സ്റ്റോറി ഈസ് അബൌട്ട് ഫാമർ. അപ്പോൾ ഫാമർ ആൻഡ് ദി ലയൺ, അല്ലെങ്കിൽ 3 little puppies, അങ്ങനെ ഇടാം അല്ലേ? ജസ്റ്റ് സാമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. ഓക്കെ? 3 little puppies എന്ന് കൊടുക്കുക അല്ലേ? 3 little puppies. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. ദിസ് ഈസ് ജസ്റ്റ് an example. So like this you can also give your own title to the story. അപ്പോൾ this is also a previous year question. Okay? അപ്പോൾ these previous year questions are also available in our exam point guidebook. അപ്പോൾ അത് റെഫർ ചെയ്യുക. Okay? So this is about this passage or reading comprehension. Okay? We will do one more exercise after all these discussion. Okay? Cinderella. Next one is Cinderella. Cinderella is a very interesting story അല്ലേ? യെസ്, Cinderella is a very interesting story. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഫെയറി ടെയിൽ, നമ്മൾ ചെറുതിലേ കേട്ട് വളർന്ന സ്റ്റോറിയാണ് സിൻഡ്രല്ല.
അപ്പോൾ യു റിമെമ്പർ ദ സ്റ്റോറി. നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് പോവാം. ഐ എം നോട്ട് ഗിവിങ് സോ മച്ച് ഡീറ്റെയിൽസ്. ഒരുപാട് എക്സ്പ്രഷൻ ആവശ്യമില്ല. ഐ നോ നിങ്ങൾക്ക് എല്ലാവർക്കും സിൻഡ്രല്ല സ്റ്റോറി ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അബ്യൂസീവ് സ്റ്റെപ്പ് മദർ, 2 സ്റ്റെപ്പ് ഡോട്ടേഴ്സ് invited to a royal ball, leaving behind their daughter and sister whom they call Cinderella. അപ്പോൾ സിൻഡ്രല്ല കൂട്ടാതെ സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് ദേ ഗോ ഫോർ എ റോയൽ ഫംഗ്ഷൻ അല്ലേ. അങ്ങനെ അവർ പോവാണ്. സിൻഡ്രല്ല ഇസ് ലെഫ്റ്റ് അലോൺ. സിൻഡ്രല്ലേനെ എന്താണ് ആരും ശ്രദ്ധിക്കാതെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഹർ ഫെയറി ഗോഡ് മദർ. ഇപ്പോൾ സിൻഡ്രല്ല എല്ലാ ജോലിയും ചെയ്ത് അല്ലേ. സ്റ്റെപ്പ് മദർ ഇസ് നോട്ട് വെരി ഗുഡ്. അപ്പോൾ എല്ലാ ജോലികളും ചെയ്ത് അങ്ങനെ ആണ് അവിടെ സിൻഡ്രല്ല കഴിഞ്ഞത് അല്ലേ, ഓർമ്മയില്ലേ? Her fairy godmother appears and grants Cinderella's wish to go to the ball, magically providing a coach, servants, a dress and perfectly fitted glass slippers. അപ്പോൾ പെട്ടെന്ന് എന്താണ് ഒരു ഫെയറി ഗോഡ് മദർ അപ്പിയർ ചെയ്ത് സിൻഡ്രല്ലക്ക് കുറേ വിഷ് അല്ലേ, കുറേ ഓഫേഴ്സ് കൊടുക്കണം. എന്താ, ഡ്രസ് ബിക്കംസ് ബ്യൂട്ടിഫുൾ, ഷീ ഗെറ്റ്സ് ബ്യൂട്ടിഫുൾ ചെപ്പൽസ് ഓർ സാൻഡൽസ്, ഷീ ഗെറ്റ്സ് എ കോച്ച് ടു ട്രാവൽ അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിൻഡ്രല്ലക്ക് ഈ ഫെയറി ഗോഡ് മദർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നൗ the first night Cinderella returns before the spell is broken at midnight. അപ്പോൾ first night was okay, Cinderella returns. On the second night she leaves in haste as the bell chimes at midnight, dropping one of her glass slippers and having to run all the way home. അങ്ങനെ സെക്കൻഡ് ഡേ 12 o'clock ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരണം. ഫെയറി ഗോഡ് മദർ പറഞ്ഞാണല്ലേ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഷീ എന്താണ് ലോസ്റ്റ് ഹർ ഗ്ലാസ് സ്ലിപ്പേഴ്സ്. അങ്ങനെ എവിടെയോ വെച്ച് വീണ് പോകും. അങ്ങനെ എന്തോ സംഭവിച്ച് മറന്നു പോലെ. ഗ്ലാസ് സ്ലിപ്പേഴ്സ് ഒരു കാലിലില്ല. One of her glass slippers. The prince sends a herald to every house with the slipper to find its owner, and Cinderella is finally discovered. She marries the prince and lives happily ever after. അപ്പോൾ ഫൈനലി ഫസ്റ്റ് എന്താണ് സ്ലിപ്പർ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഈ her sisters and step mother എന്ത് പറയും, സിൻഡ്രല്ലയെ ടെസ്റ്റ് ചെയ്യാൻ പറയല്ലേ, സിൻഡ്രല്ല നോ വേ അങ്ങനെ പറയില്ലേ, നോ വേ. പക്ഷേ ഫൈനലി the prince identifies that Cinderella was that a beautiful lady and he marries Cinderella and they live happily ever after. But this is the story of Cinderella. Now, നമുക്കൊരു question. This is also a previous year question. ഈ questions ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആക്ടിവിറ്റി ആണ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. ഐ ജസ്റ്റ് ക്വിക്ക്ലി റിവൈസ് വൺസ് മോർ ആഫ്റ്റർ ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രീവിയസ് എക്സാമിൽ ചോദിച്ച ആക്ടിവിറ്റിയാണ്. 1920 സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് took away Cinderella's pretty dresses and forced her to put on an old grey one. They also gave her wooden shoe to wear. They laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night. She was very unhappy and her mind was filled with thoughts of her mother. Write the thoughts of Cinderella. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ആക്ടിവിറ്റിയാണ്. റൈറ്റ് ദി തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. എന്താണ് ക്വസ്റ്റ്യൻ? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സിൻഡ്രല്ല എന്താണ് സിൻഡ്രല്ല ദേ ഫോഴ്സ് സിൻഡ്രല്ല ടു ഡു ഓൾ ദീസ് തിങ്സ്. ദേ ഡിഡ് നോട്ട് ടേക്ക് ഹർ ടു പാർട്ടി. അപ്പോൾ സിൻഡ്രല്ല ഇസ് വെരി സാഡ്. ഷീ ഈസ് തിങ്കിങ് ഓഫ് ഹർ ഗുഡ് ഓൾഡ് ഡേയ്സ് വിത്ത് ഹർ ഓൺ മദർ. സ്വന്തം മദറൊക്കെ ഓർമ്മ വരും. അങ്ങനെ ഷീ വാസ് വെരി അൺഹാപ്പി. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ what might be Cinderella thinking of? Write the thoughts of Cinderella. സിൻഡ്രല്ലയുടെ തോട്ട്സ് എഴുതാനാണ് ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ജസ്റ്റ് ലൈക്ക് നമ്മൾ ഡയറിയൊക്കെ എഴുതില്ലേ, നമ്മൾ ഡയറി എഴുതും അല്ലേ, നിങ്ങളൊക്കെ ചിലപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എഴുതാം നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങളുടെ മീൻസ് ഹിയർ നിങ്ങൾ സിൻഡ്രല്ലയാണ്. സിൻഡ്രല്ല എന്തൊക്കെയാണ് ചിന്തിക്കുന്നുണ്ടാവുക? സിൻഡ്രല്ല ഇസ് വെരി സാഡ്. സോ വാട്ട് ആർ ഹർ തോട്ട്സ്? അപ്പോൾ അതാണ് പിന്നെ എഴുതേണ്ടത്. റൈറ്റ് ദി തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. ക്ലിയർ? അപ്പം എങ്ങനെ എഴുതുക നമ്മൾ? ലെറ്റ് us start writing thoughts of Cinderella. Cinderella is very unhappy. എങ്ങനെ എഴുതുക നമ്മൾ? ഹൗ വിൽ യു ബിഗിൻ? എങ്ങനെ എഴുതും? ലെറ്റ് us start writing. ഇങ്ങനെ വന്നാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ? Cinderella is very unhappy അല്ലേ?
I don't want to live here. അങ്ങനെ എഴുതാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. I don't want to live here. I don't want to live here. Okay, she's thinking of her mother. അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? Mama, I miss you. She is very sad. Okay. അപ്പം നിങ്ങൾ എങ്ങനെയാ അമ്മ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ പറയില്ലേ അമ്മ ഐ മിസ് യു. സിൻഡ്രല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? സിൻഡ്രല്ല ഇസ് വെരി സാഡ് അൺഹാപ്പി. അപ്പോൾ മമ്മ ഐ മിസ് യു. I also want to go to the party. I also want to go to the party, but I cannot. അല്ലേ? But I cannot. Oh God. Please save me. ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് നിങ്ങൾ തോട്ട്സ് എഴുതാൻ പറഞ്ഞാൽ if you are asked to write thoughts, okay, if you are asked to share the thoughts, അങ്ങനെ എന്താ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളിങ്ങനെ ഡയറി എൻട്രി നമ്മൾ എങ്ങനെ എഴുതുക, നമ്മൾ അതുപോലെ എഴുതുക. എങ്ങനെ സിൻഡ്രല്ല എന്തൊക്കെ ചിന്തിക്കണം, ഓ ഗോഡ് ഷീ ഈസ് വെരി അൺഹാപ്പി, അപ്പോൾ അവൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത് ആലോചിച്ച് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് യു ക്യാൻ റൈറ്റ്. യു ക്യാൻ യൂസ് വെരി സിമ്പിൾ ലാംഗ്വേജ്, വെരി സിമ്പിൾ സെൻറ്റൻസ്, ബട്ട് ക്ലിയർ ആയിരിക്കണം. വാട്ട് എവർ യു ആർ റൈറ്റിംഗ് ഷുഡ് ബി ക്ലിയർ. മനസ്സിലായോ? This is the way you write, you write, if you are asked to write thoughts of Cinderella or thoughts of Raja, അങ്ങനെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് another activity, okay, activity that is thoughts. When you are asked to write thoughts, you have to write like this. Clear? Okay, now moving on to the next chapter. One child, one teacher, one pen and one book can change the world. Malala Yousafzai. ഇതാണ് മലാല യൂസഫ്സായ്. ഓക്കെ, യു മൈറ്റ് ഹാവ് സീൻ ഹെർ അല്ലേ? ഷീസ് എന്താണ് നോക്കാം. ഇത് മലാലയുടെ സ്പീച്ചിലെ ഒരു പോർഷനാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്താണ് ഇതിൽ പറയുന്നത് ഓർമ്മയുണ്ടോ? നോക്കിയേ, വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ ബുക്ക് ആൻഡ് വൺ പെൻ ക്യാൻ ചേഞ്ച് ദി വേൾഡ് is a quote by Malala Yousafzai, a Pakistani activist for girls' education and human rights. അപ്പോൾ this Malala, she is a Pakistani activist for education. അതായത് ഗേൾ എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് അച്ചീവ്മെൻറ്റ്സിൽ എത്തിയ ഒരാളാണ് മലാല യൂസഫ്സായ്. ഷീ ഈസ് ഫ്രം പാകിസ്ഥാൻ. ഷീ വാസ് ഷോട്ട് ബൈ സം ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്. ഓർമ്മയുണ്ടോ? സ്റ്റോറിയൊക്കെ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷൻ ഗേൾസിന് വേണ്ട എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയി നിന്ന് ഫൈറ്റ് ചെയ്ത് വളരെ എഡ്യൂക്കേറ്റഡ് ആയി മറ്റുള്ളവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളാണ്. യെസ്, അപ്പോൾ അങ്ങനെയുള്ള ആളാണ് മലാല. ഓക്കെ, അപ്പോൾ ഇത് മലാലയുടെ സ്പീച്ചിലെ ഒരു പോർഷനാണ്. ഓക്കെ, എവറി ചൈൽഡ് ഷുഡ് ഹാവ് ആൻ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു റിസീവ് എഡ്യൂക്കേഷൻ. എവ്രിബഡി ഇൻ ദിസ് വേൾഡ് ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. എല്ലാവർക്കുള്ള ഒരു റൈറ്റ് ആണ് അല്ലേ? ഈക്വൽ റൈറ്റ് ആണ് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് ആർക്കും അങ്ങനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് ആര്? മലാല. ഓക്കെ, നൗ എന്താണ് ഫോക്കസ് ഓൺ ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു ഇതിലെന്താണ് ഫോക്കസ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, വിത്ത് നോളജ് സൊസൈറ്റി ക്യാൻ ബി ചേഞ്ച്ഡ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ വി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് ചേഞ്ചസ് അല്ലേ? അപ്പോൾ അതിനാണ് നിങ്ങളൊക്കെ എന്താണ് സ്കൂളിൽ പോകുന്നതും കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഒരുപാട് എന്താണ് അതൊക്കെ എഡ്യൂക്കേഷൻ വേണം. എന്നാലേ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? മാറ്റം, ചേഞ്ച്. ഓക്കെ, ഓൺലി ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ് വി ക്യാൻ ബ്രിങ് ചേഞ്ചസ്. നൗ therefore one child,
one teacher, one book and one pen can change the വേൾഡ്. എഡ്യൂക്കേഷൻ ഇസ് ദി ഓൺലി സൊല്യൂഷൻ. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്താണ്? എഡ്യൂക്കേഷൻ മാത്രമാണ് നമ്മളെ കയ്യിലുള്ള വെപ്പൺ. ഓക്കെ, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്. പീപ്പിൾ വാല്യൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യും? എവിടെ പോയാലും ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ് അല്ലേ, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും. ഷീസ് എഡ്യൂക്കേറ്റഡ്, ഷീസ് ദിസ് വൺ, ഷീസ് ദാറ്റ് വൺ, അങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ആയി നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഈ വൺ ചൈൽഡ് വൺ ടീച്ചർ വൺ പെൻ. ഇത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? വൺ ചൈൽഡ്, ഒരു ടീച്ചർ, ഒരു പെൻ, ഒരു ബുക്ക് ക്യാൻ ചേഞ്ച് ദി വേൾഡ്. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദി വേൾഡ്. അപ്പം ദിസ് ഈസ് ദി നോട്ട് സ്റ്റോറി ആക്ച്വലി, ദിസ് ഈസ് ദി ചാപ്റ്റർ. ഓക്കെ, ദിസ് ഈസ് ചാപ്റ്റർ. അപ്പോൾ മലാല യൂസഫ് സായി, റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, now editing. Next one is editing. Editing ആണ് ഇനി നെക്സ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ. എഡിറ്റിംഗ് ഇസ് വെരി ഷുവർ. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് എഡിറ്റിംഗ് ഉണ്ടാവും. എഡിറ്റിംഗ് സിമ്പിൾ ആയിരിക്കും. എന്താണ് നമുക്ക് നോക്കാം അല്ലേ? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലൂ ഉണ്ട്, ഇവിടെ തന്നെ അണ്ടർലൈൻ ചെയ്യും. ഏത് വേർഡാണ്, എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ആ മിസ്റ്റേക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. മീൻസ് എന്താണ് എറർ. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, റീഡ് ദി പാസേജ് ആൻഡ് എഡിറ്റ് ദി വേർഡ്സ് അണ്ടർലൈൻഡ്. അപ്പോൾ ഇവിടെ നോക്കൂ, at that moment uncle returned. ഇവിടെ എന്താണ് എറർ? Can anybody identify the error? Can anybody identify the error? At that moment uncle returned. What is the error here? ഇവിടെ എച്ച് എന്ന് പറഞ്ഞ വേർഡിലാണ് എറർ ഉള്ളത്. അപ്പോൾ എന്താണ് എറർ നോക്കാം നമുക്കല്ലേ? ഇവിടെ എന്താ? വെരി സിമ്പിൾ. ഇത് നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. at how will you begin a sentence? When you begin a sentence you have to use capital letter അല്ലേ? ഇവിടെ it is small letter a. Appo that is wrong. So you have to make it capital A. At A should be capital. Clear alle? Now, at that moment, uncle returned. No, he learned what was happen at home. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? വാട്ട് വാസ് ഹാപ്പൻ അറ്റ് ഹോം എന്നാണോ പറയാ? ഇത് ഇപ്പം അതായത് ഇപ്പം ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പം അവിടെ ഫോം എന്തായിരിക്കും? ഹാപ്പൻ ആണോ, ബേസ് ഫോം ആണോ വരിക? ഏത് ഫോമാണ് വേർബിൻ്റെത് വരേണ്ടത്? ഏത് ഫോമാണ് വരേണ്ടത് നോക്കൂ. സോറി, ഇറ്റ് ഈസ് ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അല്ലേ? ഇരിക്കുന്ന കാര്യം മനസ്സിലായി എന്നാണ്. അപ്പോൾ ING ഫോം ഓഫ് ദി വേർബ് ആയിരിക്കണം നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഹി ലുക്ക് അറൗണ്ട് ആൻഡ് ഗസ്റ്റ് വെയർ വാസ് ഐ. അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലേ? വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹി ലുക്ക് അറൗണ്ട് ആണോ? നോക്കി, ടെൻസ്, പാസ്റ്റ് ടെൻസ് ആണല്ലേ? അപ്പോൾ ഇവിടെ ലുക്കാണോ വരിക? അല്ല. എന്താണ് ഇവിടെ? ഹി ലുക്ഡ് അല്ലേ? LOOKED, ലുക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്റ്റ് വെയർ വാസ് ഐ എന്നാണോ? വേർഡ് ഓർഡർ വ്യത്യാസമുണ്ട്. വെയർ വാസ് ഐ നമ്മളെപ്പോൾ ചോദിക്കുക? ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെയർ വാസ് ഹി അല്ലെങ്കിൽ വാട്ട് വാസ് ഹി ഡൂയിങ് അങ്ങനെ ചോദിക്കാം. വാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ യു ഷുഡ് ഓൾവേസ് ടേക്ക് കെയർ ഓഫ് ദി ഓർഡർ. വെയർ ഐ വാസ് എന്നാണ് എഴുതേണ്ടത് അല്ലേ? സിൻസ് ദിസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ക്യാൻ യൂസ് ലൈക്ക് ദിസ്, ബട്ട് ദിസ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ വെയർ ഐ വാസ്. നെക്സ്റ്റ് എന്താ? ഹി കെയിം to the cow shed and asked me to came down. He asked me to come down. This is how you edit a sentence. അപ്പോൾ
നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി എന്താണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും വേർഡ്സ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ഐഡൻറ്റിഫൈ ദി എറർ, കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വളരെ ഇതിപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരും. ഒന്നിക്കിൽ എന്താണ് സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ എന്താണ് ഫോമിലുണ്ടാവും പാസ്റ്റ് ടെൻസ് ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പങ്ക്ച്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എഡിറ്റിങ്ങിൽ ചോദിക്കാം. ക്ലിയർ? സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, നൗ ഇനി ഒരു പോയാണ് അല്ലേ, ഓർമ്മയില്ലേ? വുമൺ വർക്ക് ഇസ് എ പോയം ബൈ മായ ഏഞ്ചലോ. The speaker, implied to be a black woman, talks about all the work she has to do, everything from cooking, cleaning and caring for children to picking cotton and cutting sugarcane. Woman work എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ വുമൺ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ദേ സഫറിങ്സിനെ കുറിച്ചൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. എന്താണ്, ഷീ ഹാസ് ടു ഡു ഓൾ ദി വർക്ക് അല്ലേ, നോക്കിയേ, ഫ്രം കുക്കിംഗ് ടിൽ കട്ടിങ് sugarcane, cleaning, caring, taking care of babies, everything. It is true അല്ലേ. In our society it is like that. Women have to do all the works. The speaker appeals to the natural world for relief, calling on the sun to shine down her, the rain to gently fall on her, and the dewdrops to once again cool her forehead. അപ്പോൾ she is depending on the nature. അപ്പോൾ she finds only peace in all these things. She does not get peace anywhere അല്ലേ. അപ്പോൾ നേച്ചറിനോട് പറയാണ് എന്നെ കൂളാക്കാൻ വേണ്ടി അല്ലേ. only nature can do that. She calls on the storm's strongest winds to blow her away from this place and across the sky. പിന്നെ she calls on the white snowflakes to softly blanket her. എന്താ പറഞ്ഞ ഇവിടെ, എന്താണ് വിമൻ്റെ ഡിഫിക്കൽട്ടീസ്, അവരുടെ സ്ട്രഗിൾസ്, ഇതൊക്കെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ഈ പോയത്തിൽ. ഓക്കെ, the sun, the rain, the arc of the sky, mountains, seas, forests and shining stars and the moonlight are the only things that the speaker feels truly belong to her. Appa, this is the poem about the struggles that women are facing in this society, patriarchal society. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ വിമൻ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പോയാണ് വുമൺ വർക്ക്. ഓക്കെ, ബൈ മായ ഏഞ്ചലോ. നൗ അപ്പോൾ ദീസ് ആർ ദി ചാപ്റ്റേഴ്സ്, സം റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരിക, എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇനിയൊന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ ഈ കാര്യങ്ങളൊക്കെ, എന്നാലും ഒന്നും കൂടി നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. പ്രീവിയസ് ഇയർ ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ ബി ദെയർ ഇൻ യുവർ എക്സാം. എന്തൊക്കെയുണ്ടാവുക, റീഡിങ് കോംപ്രിഹെൻഷൻ, ഇറ്റ്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് എന്ത്, റീഡിങ് കോംപ്രിഹെൻഷൻ. ഓക്കെ, പിന്നെയുള്ളത് കോൺവെർസേഷൻ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് കോൺവെർസേഷൻ. ഓക്കെ, കോൺവെർസേഷൻ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബിങ് സംതിങ്, ഡിസ്ക്രൈബിങ് സർട്ടൻ തിങ്സ്, ഹൗ ടു മേക്ക് ദിസ് വൺ, ഹൗ ടു മേക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ റൈറ്റിംഗ് തോട്ട്സ്. എന്താണ് തോട്ട്സ് ഓഫ് സിൻഡ്രല്ല, ഓർമ്മയില്ലേ, വി ജസ്റ്റ് ഡിസ്കസ്ഡ് ഇറ്റ്. അപ്പോൾ യു വിൽ ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്, റൈറ്റിംഗ് തോട്ട്സ്, അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, കുറേ എന്താണ് ഒരു പിക്ചർ തന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. ഞാൻ പറയാം കേട്ടോ, ആഫ്റ്റർ ദിസ് ഐ വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. അപ്പോൾ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. എഡിറ്റിംഗ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2-3 സെൻറ്റൻസ് യു വിൽ ഗെറ്റ് ആൻഡ് യു വിൽ ഹാവ് ടു ഐഡൻറ്റിഫൈ ദി എറർ ആൻഡ് യു വിൽ ഹാവ് ടു എഡിറ്റ് ദി സെൻറ്റൻസ്. ഓക്കെ, നൗ റീഅറേഞ്ചിങ് സെൻറ്റൻസ്, ഒരു റീഅറേഞ്ചിങ് സെൻറ്റൻസും കൂടി ഉണ്ടാവും. എങ്ങനെയാണ്, കുറച്ച് സെൻറ്റൻസ് നിങ്ങൾക്ക് തരും, അത് പ്രോപ്പർ ഓർഡർ ആക്കി യു വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ പ്രോപ്പർ ഓർഡർ ബേസ്ഡ് ഓൺ യുവർ സ്റ്റോറി. നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റോറി സിൻഡ്രല്ല ആവാം, അല്ലെങ്കിൽ രാജയുടെ സ്റ്റോറി ആവാം, അതിൽ നിന്ന് കുറേ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈവൻസ് തരും ജംബിൾഡ് ആയിട്ട്. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പാസേജും കൂടി
നമ്മൾ ഓൾറെഡി റീഡിങ് കോംപ്രിഹെൻഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു പാസേജ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, യു വിൽ ഹാവ് ടു ആൻസർ. ഓക്കെ, ക്വിക്ക്ലി എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. നമുക്ക് നോക്കാം അല്ലേ. Aranya is a big forest. All animals lived here. Pappu the elephant lived here with his parents. Everyone loved Pappu. One sunny morning, Pappu went in search of food. Okay, Pappu the elephant lived here with his parents. Okay, one sunny morning, Pappu went in search of food. Suddenly, he saw a group of hunters. They were setting up traps to catch animals. Oh, my friends are in danger. What shall I do? Pappu thought. He soon trumpeted loudly. All the animals heard Pappu's trumpet. They knew the danger and hid themselves. Pappu ran back home. On his way back, he accidentally fell into a big pit. Oh no, I am trapped. Who will save me? Pappu began to cry. Chinu, the squirrel, heard the cry from the treetop. Help, help, Pappu has fallen in a pit. Okay. Chinu cried loudly. All animals came to help Pappu. Pappu's parents also reached there. All of them together pulled Pappu out. Pappu waved his ears to show his love and gratitude. അപ്പോൾ this is another passage. അപ്പോൾ ഇങ്ങനെ ഒരു passage ഉണ്ടാവാം. This is also previous year question ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് എന്താണ് ക്വസ്റ്റ്യൻ ഓൾറെഡി പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, നൗ വേർ ഡിഡ് പപ്പു ലിവ്? സി, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് എഴുതണം? പാസേജ് നോക്കുക. പപ്പു ലിവ്ഡ് ഇൻ എ ബിഗ് ഫോറസ്റ്റ് അരണ്യ, അങ്ങനെ എഴുതണം. പപ്പു ലിവ്ഡ് ഇൻ എ ബിഗ് ഫോറസ്റ്റ് അരണ്യ. പിന്നെ വാട്ട് ഡിഡ് പപ്പു സീ ഓൺ ഹിസ് വേ ഇൻ സെർച്ച് ഓഫ് ഫുഡ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം. പപ്പു സോ, കണ്ടോ? പപ്പു സി, പപ്പു സോ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് ഓൺ ഹിസ് വേ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. വെരി ഈസി. നിങ്ങൾക്ക് സെൻറ്റൻസ് ഇവിടെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ നിങ്ങളെ പാസേജിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതാ ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലേ. ഇതാ ഇവിടെ നോക്ക്. ബഞ്ച് ഓഫ് ബനാനാസ്, എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്, എ റിവർ ഫ്ലോയിങ്. എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് ആണ് ആൻസർ. ഓക്കെ, now what happened to Pappu on his way back home? What happened to Pappu on his way back home? Pappu എന്താണ് നോക്കൂ. on his way back, Pappu accidentally fell into a big pit. Pappu accidentally fell into a big pit. Now find out the word from the passage that means a loud sound made by an elephant. A loud sound made by an elephant. And the find out the word from the passage. It is trumpet. അല്ലേ? trumpet. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. എന്താ, നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു പുതിയ വേർഡാണല്ലേ. അപ്പോൾ ആ പാസേജ് കണ്ടാൽ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് വേർഡ്. പപ്പൂസ് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഹീ മെയ്ഡ് എ ലൗഡ് ട്രംപറ്റ് അല്ലെങ്കിൽ ട്രംപറ്റ് എടുത്തൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാം മീനിങ്. ഓക്കെ, പിന്നെന്താ അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി പപ്പു വാസ്, നോക്കൂ ഇങ്ങനെ കുറച്ച് ഇമോജീസ് കാണാം നിങ്ങൾക്ക്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായതാണ് കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. അപ്പം എന്താണ്? പപ്പു വാസ് ഹാപ്പി അല്ലേ. അറ്റ് ദി എൻഡ് പപ്പു വാസ് ഹാപ്പി. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പോൾ നമ്മൾ 2 പാസേജസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാസേജ് വായിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. വെരി സിമ്പിൾ പാസേജ് ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? യെസ്. നൗ Raja's friends decided to visit his garden that evening. The bell rang. Raja's friend Ravi went to the class teacher to take permission to go to Raja's garden. What would be the conversation between teacher and Ravi? Write the conversation between Ravi and his class teacher. So, ഇവിടെ another conversation question ആണ്. പിന്നെ you will have to write the conversation. എന്താ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. രവി wants to go to Raja's garden. അതിന് വേണ്ടി ക്ലാസ് ടീച്ചറോട് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ കോൺവെർസേഷൻ? എങ്ങനെയായിരിക്കും? You have to say. I am not going to write. You can say the answer. I mean, you can help me. എങ്ങനെയാണ് പറയുക? Good evening, ma'am.
അങ്ങനെ ചോദിക്കുക അല്ലേ സ്റ്റാർട്ടിങ്. അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഗുഡ് ആഫ്റ്റർനൂൺ രവി, വാട്ട് ഈസ് ദി മാറ്റർ, എങ്ങനെ ടീച്ചർ എന്ത് ചോദിക്കുക? ഗുഡ് ആഫ്റ്റർനൂൺ രവി, വാട്ട് ഈസ് ദി മാറ്റർ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ പിന്നെ രവി പറയും മാം ക്യാൻ ഐ ഗോ ടു രാജാസ് ഗാർഡൻ പ്ലീസ്. അപ്പോൾ ക്ലാസ് ടീച്ചർ വിൽ ആസ്ക് വൈ രവി, വാട്ട് ഈസ് ദി വൈ ഡു യു വോണ്ട് ടു ഗോ ടു ദി ഗാർഡൻ. അപ്പോൾ രവി എങ്ങനെ പറയും? മാം ഐ ഹേർഡ് രാജാസ് ഗാർഡൻ ഇസ് വെരി ബ്യൂട്ടിഫുൾ, സോ ഐ വോണ്ട് ടു സീ ഹിസ് ഗാർഡൻ. അപ്പോൾ ടീച്ചർ യു ക്യാൻ ഗോ സം അതർ ടൈം, ദിസ് ഈസ് യുവർ സ്കൂൾ ടൈം, സോ വി ക്യാൻ ഗോ സം അതർ ടൈം എന്ന് പറയാം. അപ്പോൾ രവി നോ മാം ഐ വോണ്ട് ടു ഗോ നൗ, ഐ വിൽ ജസ്റ്റ് കം ബാക്ക് ഇൻ ആൻ അവർ. അപ്പോൾ ടീച്ചർ പറയും ഓക്കെ രവി ഗോ ആൻഡ് കം ഫാസ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. ഐ ഹാവ് ഓൾറെഡി റിട്ടൺ അനദർ കോൺവെർസേഷൻ അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അനദർ കോൺവെർസേഷൻ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. വെർ ഇസ് ദാറ്റ് കോൺവെർസേഷൻ? കണ്ടോ, ഇതുപോലെ ടീച്ചർ ആൻഡ് രവി തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഹൗ യു ബിൽഡ് ദ കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർ ബിഗിനിങ് ഉണ്ടാവണം, ഒരു എൻഡ് പ്രോപ്പർ എൻഡ്. ഓക്കെ മാം താങ്ക് യു, ഐ വിൽ ബി ബാക്ക് ഇൻ ആൻ അവർ, അങ്ങനെ പറഞ്ഞിട്ട് കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഒരുപാട് എഴുതേണ്ട, 5 എക്സ്ചേഞ്ചസ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കാറ്. ക്ലിയർ? നൗ hope you remember Appu in the story making a mango pickle. It was Appu's birthday. Appu thought of making some fruit salad. Let's help her prepare it. Describe the process of making fruit salad. Okay, appo you may begin like this. Take some fresh fruits like നേരത്തെ നമ്മൾ എഴുതിയില്ലേ മാംഗോ പിക്കിൾ, അതുപോലെ you have to write how are you going to make this fresh fruit salad. അപ്പോൾ you can begin like this. Take some fresh fruits like apple, banana and grapes. Okay, പിന്നെ എന്താ എഴുതും? നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാണ് how you are going to make a fruit salad. Cut the fruits into small cubes. Okay, and take a bowl, add some sugar, add some milk maid. നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾ എങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ എഴുതുക കേട്ടോ. അപ്പോൾ add some milk maid and add all the cut fruits into the bowl. Mix the fruits gently and fruit salad is ready. ഇങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ. ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ ഓക്കെ ഡിസ്ക്രൈബ് ഹൗ ടു മേക്ക് സംതിങ്, ഹൗ യു മേക്ക് സംതിങ് എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് എഴുതുക, ഒരുപാട് എഴുതണ്ട. വാട്ട് എവർ യു നോ റൈറ്റ് ഇൻ സിമ്പിൾ സെൻറ്റൻസസ്. ക്ലിയർ? നൗ ഇനി തോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റൈറ്റ് ദി തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. ഓർക്കുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, Raja was missing. This is also previous question. All previous question papers you can get it from exam point guidebook also. Padun Rafriya. Raja was missing. Grandfather was upset. The servants could not find Raja. Grandfather started walking up and down the courtyard. He became silent and started to pray. A lot of thoughts came to his mind. What would be the thoughts of grandfather? Write down the thoughts of grandfather. എങ്ങനെ എഴുതാ? How will you write? Sorry. Yes. അപ്പോൾ you have to write the thoughts of grandfather. അപ്പോൾ ഗ്രാൻഡ്ഫാദറും നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ ടെൻസ്ഡ് ആണ്, ഭയങ്കര അപ്സെറ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാ? I could not find my Raja. Where is he? What happened to him? I just scolded him because he did some naughty things. Why is he doing so? I cannot live without him. Raja, I am waiting for you. Oh God, please help me. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. തോട്ട്സ് ആണ്. അപ്പം നമ്മുടെ മൈൻഡിൽ എന്താ കാര്യങ്ങൾ വരുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അപ്സെറ്റ് ആണ്. അപ്പോൾ ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ, ഐ കനോട്ട് ലിവ് വിത്തൗട്ട് രാജ, പ്ലീസ് ഹെൽപ്പ് മീ, ഐ എം വെരി worried. രാജ പ്ലീസ് കം ബാക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വേണം നിങ്ങൾ ഗ്രാൻഡ് ഫാദറുടെ തോട്ട്സ് എഴുതാൻ. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ യു റൈറ്റ് ദി തോട്ട്സ്. ഓക്കെ, റൈറ്റിംഗ് തോട്ട്സ്. അപ്പോൾ ഡയറി ഒക്കെ എഴുതുന്ന മാതിരി നിങ്ങൾ അറിയുന്ന സിമ്പിൾ ലാംഗ്വേജിൽ യു ഹാവ് ടു റൈറ്റ്. ക്ലിയർ അബൌട്ട് ദിസ് തോട്ട്സ്?
Any one more editing. We will just practice one more editing passage. Okay? നോക്കിയേ നേരത്തെ നമ്മൾ ചെയ്തു ഓൾറെഡി ഒന്ന് അതുപോലുള്ള ഒരു വേറെ പാസേജ് ആണിത്. ഓക്കെ, ദുർഗ ഹോൾഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹിസ് ഹാൻഡ്സ്. പറഞ്ഞേ, യു ഹാവ് ടു ടെൽ മീ, യു ഹാവ് ടു ഹെൽപ്പ് മീ. എന്താണ്, വാട്ട് ഈസ് ദി എറർ ഹിയർ? ദുർഗ ഹോൾഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ആണോ? ദുർഗ, യു ഹാവ് ടു യൂസ് പാസ്റ്റ് ടെൻസ് അല്ലേ? ദുർഗ ഹെൽഡ് ആണല്ലേ, ഹോൾഡ്, പാസ്റ്റ് ടെൻസ് ഓഫ് ഹോൾഡ്, ഹെൽഡ്. Durga held a half coconut shell in his hands ആണോ? ഇവിടെ ആരെ കുറിച്ച് പറയാം? ദുർഗ ഇസ് എ ഗേൾ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് പ്രൊണൗൺ വരേണ്ടത്? ഹിസ് ആണോ? ഇറ്റ് ഇസ് റോങ്, ഇറ്റ് ഇസ് നോട്ട് ഹിസ്. വെരി ഗുഡ്, ഇറ്റ് ഇസ് ഹെൽഡ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഹെൽഡ് ഞാൻ പറഞ്ഞു അല്ലേ? എന്താണ് ഇവിടെ നെക്സ്റ്റ് വൺ നോക്കിയേ, യു ഹാവ് ടു ആൻസർ. Durga held a half coconut shell in his hands ആണോ? What is the answer? What is the answer? In her hand അല്ലേ? This is Durga. അപ്പോൾ you have to write her. His അല്ല, her ആണ്, her hands. Now, she lowered it to show Appu its contents. ഇവിടെ എന്താ എറർ നോക്കിയേ. നമ്മൾ ഇതുപോലത്തെ ഒരു എറർ പ്രീവിയസ് പാസേജിലും ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? യു ഹാവ് ടു ക്വിക്ലി ഗിവ് മീ ആൻസേഴ്സ്. ഓക്കെ, അതർവൈസ് ഐ വിൽ ബി റൈറ്റിംഗ് ദി ആൻസേഴ്സ്. ഓക്കെ, എന്താണ് നോക്കിയേ, ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കണ്ടൻസ്. ഇവിടെ അപ്പു, വാട്ട് ഈസ് ദി എറർ? വാട്ട് ഈസ് ദി എറർ? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. So many answers are coming, but you have to make it quick, otherwise I will write the answer. Okay, she lowered it to show Appu its content. No, not show അല്ല. ഇവിടെ നോക്കൂ, ഷോ എറർ എവിടെയാണ്? ഐ ഹാവ് ഓൾറെഡി അണ്ടർലൈൻഡ് ദി വേർഡ്. അപ്പു ഞാൻ അണ്ടർലൈൻ ചെയ്തു. അപ്പു എന്ന് പറഞ്ഞ വേർഡിലാണ് എറർ. ഓക്കെ, അപ്പം ആ വേർഡ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. whichever words I have underlined, you have to take look those words. അവിടെ എന്താണ് എറർ? No. You see, second one പറയൂ. സെക്കൻഡ് സെൻറ്റൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കണ്ടന്റ്. അപ്പു, വാട്ട് ഇസ് ദി എറർ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് എറർ? അപ്പുവിൽ എന്തോ എറർ ഉണ്ട്. എന്താണ്? ഓക്കെ, അപ്പു. ഓക്കെ, അതർ ദാൻ സ്പെല്ലിംഗ് വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഓക്കെ, സ്പെല്ലിംഗ് APU. ഓക്കെ, APPU. then one more important thing is there. വേറൊരു വലിയ എറർ ഉണ്ട്. വെരി ഗുഡ്, somebody has answered. I don't know the name. Okay, capital letter. Very good, the answer. You have to, okay, appo spelling okay, somebody else പറഞ്ഞു APPU ആണ്. That is also right. Plus important thing is when you are writing a name, ഒരു നെയിം എഴുതുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? പ്രോപ്പർ noun it should be in capital letter. അപ്പൂടെ A capital ആയിരിക്കണം. Very good. A should be capital. Okay, now slices of tender green mango. ഇവിടെ some error is there. ഇവിടെയാണ് എറർ. ടെൻഡർ എന്ന് പറഞ്ഞ വേർഡ്, there is some error. What is the mistake? What is the error? You have to identify the error and tell me. Quickly give me the answer. ഇവിടെ എന്താ എറർ? ഓക്കെ, നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. A should be capital. I can see so many answers. Very good. Nasla Nazar. Yes, it is tender അല്ലേ? You have to correct the spelling. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ടെൻഡർ അല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് ടെൻഡർ. TENDER. ടെൻഡർ ആണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സും വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് എററാണ്. അപ്പോൾ യു ഹാവ് ടു കറക്റ്റ് ഇറ്റ്. ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദി ഹാഡ് സീഡ് ഹാർഡൻഡ്. നോക്കി, ഇവിടെ എന്താ എറർ? ബിഫോർ ദി had seed hardened. What? Very good. I can see the answer.
I know you are maybe you are answering from your I cannot see clearly the name, but I can see the answer. Very good. Seed had ആണ്. Had seed ആണ് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റല്ലേ? അങ്ങനെയാണ് ഓർഡർ അല്ല. Before the seed had. Before the seed had hardened. Okay. Okay, so yes, I can see the responses. Okay, നിങ്ങളുടെ എല്ലാവരും റെസ്പോൺസ് എനിക്ക് കാണാം. It is I think it is Abhiram who answered അല്ലേ? Abhiram ആണ് ആൻസർ ചെയ്തത് seed hard. Okay, first. Okay, after that I can see answers. കുറേ ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. Okay, so that is the right answer. എന്താണ് green mango before the seed had hardened. Had seed hardened നമ്മൾ ഒരിക്കലും പറയില്ല അല്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ വേർഡ് ഓർഡർ അല്ലേ? അപ്പോൾ ഓർഡറിൽ വന്നതാണ്, ഓർഡർ എററാണ്. വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ സീഡ് ഹാഡ് ഹാർഡൻഡ്, ഹാർഡൻഡ്. അപ്പോൾ മനസ്സിലായല്ലോ ഇവിടെ എന്തൊക്കെ എറർ വന്നു. ഇവിടെ ടെൻസിൽ എറർ വന്നു, പ്രോനൗൺ യൂസ് ചെയ്ത എറർ ഉണ്ട്, സ്പെല്ലിംഗ് എറർ ഉണ്ട്, വേർഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. എന്തൊക്കെയാണ് വരിക? സ്പെല്ലിംഗ് എറർ വരാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്പെല്ലിംഗ് എറർ വരാം. പിന്നെ ടെൻസ് അല്ലേ, പാസ്റ്റ് ടെൻസ് ആക്കേണ്ടി വരും. ചിലപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കില്ല പാസേജ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ പാസ്റ്റ് ടെൻസിൽ ആയിരിക്കും ഉണ്ടാവുക. പിന്നെന്താ? ക്യാപിറ്റൽ ലെറ്റർ ആക്കേണ്ടി വരും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ. പങ്ക്ച്വേഷൻ എറർ വരാം. പങ്ക്ച്വേഷൻ അറിയാലോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ മാർക്കിന് പകരം എക്സ്പ്ലനേഷൻ മാർക്ക് ആയിരിക്കും. അങ്ങനെയൊക്കെ പങ്ക്ച്വേഷൻ, കോമ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് വരാം? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുക. സ്പെല്ലിങ്ങും ഒക്കെ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് എറേഴ്സ് ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ ആക്ടിവിറ്റീസിൽ. ഇത് ചോദിച്ചതാണ്. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എഡിറ്റിംഗ് വന്നാൽ ചെയ്യേണ്ടത്. ക്ലിയർ? നൗ അപ്പോൾ എഡിറ്റിംഗ് ക്ലിയർ ആണല്ലോ. ഇനി എഡിറ്റിംഗ് എങ്ങനെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, സ്പെല്ലിംഗ്, ടെൻസ്, ക്യാപിറ്റൽ ലെറ്റർ, പങ്ക്ച്വേഷൻ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും വേർഡ്സ്. ഓക്കെ, നൗ ഇത് നോക്കിയേ. ആക്ടിവിറ്റി ഫ്രെയിം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇത് വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2000. ഇത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല അല്ലേ? എന്താണ് നോക്കൂ. ഫ്രെയിം ക്വസ്റ്റ്യൻസ്. അപ്പു ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ ഇൻ ദി ഗാർഡൻ. Appu shook the sandalwood tree with all his strength. Prepare 5 questions based on the picture. You have to prepare 5 questions. Okay, ഇതാണ് പിക്ചർ. നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനാണ് പറയുന്നത്. ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്റ്റോറി അറിയാം, ക്യാരക്ടേഴ്സ് അറിയാം, ഒക്കെ അറിയാം. അപ്പോൾ നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഹൗ വിൽ യു പ്രിപ്പയർ? You have to prepare 5 questions. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും? നിങ്ങൾക്കൊരു പിക്ചറും തന്നിട്ടുണ്ട്. എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുക? കോൺവെർസേഷൻ വരും. ടീച്ചർ കോൺവെർസേഷൻ വരുമോ? സംബഡി ഹാസ് ആസ്ക്ഡ് മീ. കോൺവെർസേഷൻ വരും. കോൺവെർസേഷൻ പ്രീവിയസ് ഇയർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ 2 കോൺവെർസേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. അതുപോലെ നിങ്ങൾ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരും, കോൺവെർസേഷൻ വരും കേട്ടോ. ഓക്കെ, പിന്നെ അപ്പം എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി പിക്ചർ. ഇനി നിങ്ങൾ ക്വിക്ക്ലി ആൻസർ ചെയ്തേ. യു ഹാവ് ടു ഗിവ് മീ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി പിക്ചർ. ഈ പിക്ചർ നോക്കി യു ഹാവ് ടു പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും? ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? എന്തൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ടാവുക? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഞാനല്ല എക്സാം എഴുതാൻ പോകുന്നത്, നിങ്ങളാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഐഡിയ അനുസരിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഞാനിവിടെ എഴുതുന്നതൊക്കെ എൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, യു ഹാവ് ടു ഗിവ് ആൻസേഴ്സ്. അപ്പം എന്താ എഴുതുക ഇവിടെ? പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി പിക്ചർ. എങ്ങനെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ പിക്ചർ ബേസ് ചെയ്ത്? ക്യാൻ എനിബഡി ഗിവ് മീ സം ആൻസേഴ്സ്? യു ഹാവ് ടു ഗിവ് മീ സം ആൻസേഴ്സ്. എന്ത് ചോദിക്കാം?
Come on. I'll just start, okay? What is the boy doing? What is the boy doing? അല്ലേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ എന്ത് ചോദിക്കാം? Another question. പിന്നെ എന്ത് ചോദിക്കാം? Is the grandfather happy? പിന്നെ എന്ത് ചോദിക്കാം? പിന്നെ എന്ത് ചോദിക്കാം? How many people are there? In the picture. പിന്നെ what happened when the boy shook the tree? One more question അല്ലേ? എന്ത് ചോദിക്കാം? Is the child happy? അങ്ങനെ ചോദിക്കാം അല്ലേ? അങ്ങനെ you have to frame 5 questions based on the where is the boy. Very good. Where is the boy standing in the picture? അങ്ങനെ ചോദിക്കാം. Where is the boy standing? അല്ലേ? Where is the boy standing? Where is the boy standing എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Okay? Okay. So these are some questions. അപ്പോൾ ഇങ്ങനെ പിക്ചർ വന്നാൽ ഓക്കെ ഇങ്ങനെ ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വന്നാൽ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. So you have to take care of this. Okay. Now one more activity we'll discuss. Rearrange the events. Okay. Some events of the story Cinderella are given below in a jumbled order. Arrange the sentences in the correct order. So many sentences from your favorite story Cinderella is given here. എന്താണ് ഫുൾ ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. Cinderella reached the ball dressed in wonderful clothes. Okay. What you have to do is you have to എന്താ അറേഞ്ച് ദീസ് സെൻറ്റൻസസ് ഇൻ കറക്റ്റ് ഓർഡർ. എങ്ങനെയാണ് ഏതാ ഫസ്റ്റ് വരിക നോക്കിയേ. ഇത് ഓർഡറിലല്ല എങ്ങനെയാണ്. അപ്പം നിങ്ങൾ എന്താ അറിയണം സ്റ്റോറി അറിയണം അല്ലേ. അപ്പം അതിന് അപ്പം ഫസ്റ്റ് ഏതാ വരിക? ദി ഫെയറി ചേഞ്ച് ഫുഡ് ലിസാർഡ്സ് ടു ഫുഡ് മാൻ ആണോ? അല്ല. എന്താ ഫസ്റ്റ് വരിക? ദി ഫെയറി ഗോഡ് മദർ മെയ്ഡ് എ റെഡ് കോച്ച് ഫോർ സിൻഡ്രല്ല. അല്ല. സിൻഡ്രല്ല സിസ്റ്റർ ജോയിൻഡ് ദി ബോൾ അല്ലേ. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് എന്ത് ചെയ്തു? ജോയിൻഡ് ദി ബോൾ. Okay. Cinderella's sister joined the ball. പിന്നെ എന്ത് ചെയ്തു? The fairy good mother made a red coach for Cinderella. അല്ലേ? പിന്നെ all mice were turned into white horses. പിന്നെ എന്താ? The fairy changed the lizards into footmen. Okay? Then fairy touched Cinderella with her magic hand and rags changed into beautiful clothes. Finally, Cinderella reached the ball dressed in wonderful clothes. Okay? അപ്പോൾ ഇങ്ങനെ കുറച്ച് സെൻറ്റൻസസ് ആണ് റീഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് റീഅറേഞ്ചിങ് ദി ഇവൻറ്റ്സ്. നിങ്ങളെ സ്റ്റോറിയായി ബന്ധപ്പെട്ട് ഇങ്ങനെ റീഅറേഞ്ചിങ് വരാം. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. 6 ആക്ടിവിറ്റീസ് ആയിരിക്കും. ദീസ് ഓൾ വിൽ ബി ദി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എക്സ്പെക്റ്റ് ചെയ്യാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ, കോൺവെർസേഷൻ, ഡിസ്ക്രിപ്ഷൻ, റൈറ്റിംഗ് തോട്ട്സ്, ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, എഡിറ്റിംഗ്, റീഅറേഞ്ചിങ് സെൻറ്റൻസസ്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് യു ക്യാൻ എക്സ്പെക്റ്റ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്.
അപ്പോൾ all you have to do is keep learning, keep growing, okay? എന്താണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആയിരിക്കും എല്ലാവരുടെയും. അപ്പോൾ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. വി ഹാവ് ഓൾറെഡി റിവൈസ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്, ഓക്കെ? അപ്പോൾ എന്താണ് ഒന്നുകൂടി ഒന്ന് ഒക്കെ ഓർമ്മിച്ചെടുക്കുക. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ബി റിലാക്സ്ഡ്, ഓക്കെ? സ്റ്റേ കാം ആൻഡ് റീകോൾ ഓൾ ദി തിങ്സ്. റൈറ്റ്, ടേക്ക് യുവർ ടൈം ആൻഡ് റൈറ്റ് ആൻസേഴ്സ്. പതുക്കെ എഴുതിയാൽ മതി. റൈറ്റ് മീനിങ് സെൻറ്റൻസസ്. കുറച്ച് എഴുതിയാൽ മതി. സിമ്പിൾ സെൻറ്റൻസസ്, യു ക്യാൻ യൂസ് സിമ്പിൾ സെൻറ്റൻസസ്, പക്ഷേ ക്ലിയർ ആയിരിക്കണം, ഓക്കെ? പിന്നെ എന്താണ്, അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ഓക്കെ? സോ യു ഹാവ് സോ മെനി, ഇനി എന്താണ്, യു വിൽ ഹാവ് ലൈവ് ക്ലാസ്സസ് ഓൺ ഓൾ അതർ സബ്ജക്ട്സ് ഓൾസോ. അപ്പോൾ കീപ് വാച്ചിങ്. ലൈവ് സെഷൻസ് ഒക്കെ ജോയിൻ ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, ഓക്കെ? ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്, ഓക്കെ? ദിസ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ യുവർ എക്സാംസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താണ് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ what you have to do is prepare well, stay confident, keep learning. So all the best from my side. Okay children, bye.